ഞങ്ങളെ കേൾക്കുന്ന ട്രൂ മീഡിയയിലെ കേൾവിക്കാർക്ക് വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രത്യേക കാലഘട്ടത്തിലും ഒരു പ്രത്യേക സാഹചര്യത്തിലും നമ്മൾ ജീവിക്കുകയാണ്. ആഗോളമായി വലിയൊരു പ്രതിസന്ധിയും മാനവരാശി എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലചിന്തയോടുകൂടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അനേകം മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് എല്ലാ ദിവസവും മരണത്തിൻ്റെ പട്ടിക വർദ്ധിച്ചുകൊണ്ട് വാർത്തകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ ദിവസവും ഒരു രാജ്യത്ത് എത്ര പേർ കൂടെ മരിച്ചു എന്നുള്ളതാണ്. അത്ര ഭയാനകമായ ഒരു വിപത്ത് ഒരു സ്ഥലത്തല്ല, ഏതാണ്ട് ആഗോളമായി വ്യാപരിച്ച് എന്താണ് അടുത്തതെന്ന് ചോദിക്കത്തക്കവണ്ണം മനുഷ്യനെ വളരെ ജിജ്ഞാസകുലനായി, ആകുലചിത്തയുള്ളവനായി, ഭയമുള്ളവനായി മാനവരാശിയുടെ ഏറിയ പങ്കും തീർന്നിരിക്കുന്നത് കാണുന്നു. കോവിഡ് അസുഖമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക നിലവാരം നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ഞാൻ പത്രങ്ങളിലും മറ്റും ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ബി വൈസ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് വാട്ട് നെക്സ്റ്റ്. വളരെ വിവേകത്തോടുകൂടെ ബുദ്ധിയുള്ളവരായി അടുത്തത് എന്തെന്ന് ചിന്തിച്ചു കൊള്ളുവാനായിട്ട് പത്രങ്ങളിൽ ഹിന്ദു എഡിഷൻ പേപ്പറിൽ ഞാൻ വായിക്കുകയുണ്ടായി. എഡിറ്റോറിയൽ ബോർഡിൽ അത് എഴുതിയിരിക്കുന്ന കണ്ടു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവർ അത് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചോട്ടെ, ദൈവജനത്തിൻ്റെ മനസ്സിലും ഇതെന്താണ് എന്നൊക്കെ ഒരു ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ ചില വസ്തുതകളൊന്ന് എടുക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, COVID-19 എന്ന് പറഞ്ഞ ഒരു പ്രയോഗം ബൈബിളിലില്ല. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും പറഞ്ഞേക്കാം ഇതൊക്കെ തെറ്റായിട്ട് പറയുന്നതാണ്. ഞാൻ കഴിയുന്നതും ദൈവജനത്തോട് സത്യസന്ധമായി ആ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ അതുപോലെ ബൈബിളിൽ ഉണ്ടെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പ്രത്യേക ഈ പകർച്ചവ്യാധികൾ അന്ത്യകാല ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകം ഓർപ്പിച്ചോട്ടെ, മിക്ക രാജ്യങ്ങളിലും ഈ നോവൽ കൊറോണ 19 എന്ന് പറയുന്ന ഈ COVID-19, നോവൽ കൊറോണ COVID-19 എന്നാണ് ഇത് പ്രത്യേകം അറിയപ്പെടുന്നത്. നോവൽ കൊറോണ എന്ന് പറഞ്ഞാൽ പുതിയൊരു കൊറോണ. COVID-19 എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിനു മുമ്പ് ചൈനയിൽ ഇത് വന്നിട്ടുണ്ട്. 2003 ഈ കൊറോണ വൈറസ് എപ്പിഡമിക്, ഇത് ഈ പകർച്ചവ്യാധി ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിന് പേര് കൊടുത്തത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് സാർസ് എപ്പിഡമിക്. സാർസ് എപ്പിഡമിക് എന്ന് പറയുന്നത് ഈ കൊറോണ വൈറസിൻ്റെ വേറെ ഒരു പ്രതിഭാസമായിരുന്നു. അത് 2003 ചൈനയിൽ സംഭവിച്ചത്. സാറ് രോഗം കൊണ്ട് പലരും മരിച്ചു, പക്ഷേ അത് ലോകത്തിൽ ഒരുപാട് വ്യാപരിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഇന്ന് അത് പുതിയൊരു മുഖത്തിൽ ഇത് അവതരിച്ചു. അതുകൊണ്ടാണ് അതിന് നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നോവൽ കൊറോണ COVID-19 2019 നവംബർ ഡിസംബറുകളിലാണ് ഇത് ചൈനയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ പേര് കൊടുത്തു. എന്നാൽ ഈ പേര് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇതൊരു പകർച്ചവ്യാധിയാണ്. ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാല ലക്ഷണങ്ങൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഒന്നെടുത്തോട്ടെ. കാരണം മലയാള ഭാഷയിൽ മത്തായിയുടെ സുവിശേഷങ്ങൾ വിട്ടുകളഞ്ഞു മറ്റ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കാണിത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം കർത്താവിൻ്റെ ഒലിമല പ്രഭാഷണം എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണമാണ്. മത്തായി 24-ഉം 25-ഉം അധ്യായം അതിന് പറയുന്ന ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നാണ്. ഒരു പ്രഭാഷണമാണ്, ഒരു ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണമാണ്. അതിനത്ര ദൈർഘ്യമുള്ളതുകൊണ്ടാണ് അതിനൊരു ഡിസ്കോഴ്സ് എന്ന പേര് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ പ്രവചനപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഭാവിയിൽ നടക്കേണ്ട വസ്തുതകളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറിയ പങ്ക് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഈ അടയാളം എന്തെന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗമായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനിച്ചിട്ടുള്ളതും എന്നെ സ്വാധീനിച്ചിട്ടുള്ളതും ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒലിവറ്റ് ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഒലിമലയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ വേദഭാഗം. ഇതിൽ
ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അവർ കർത്താവിനോട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അടയാളങ്ങൾ എന്നല്ല പറഞ്ഞത്, അടയാളം എന്തെന്നാണ് ചോദിച്ചത്. അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്തത് പരമപ്രധാനമായിട്ട് ഒരു അടയാളമാണ്. എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൻ്റെ 33 2-ാം വാക്യം തുടങ്ങി അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. കർത്താവിനോട് ചോദിച്ചു, ഗിവ് അസ് എ സൈൻ, ഞങ്ങൾക്ക് ഒരടയാളം തരണം. കർത്താവ് അതിന് കൊടുത്ത അടയാളം, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കണം. ഈ ഉപമയിലൂടെ, എന്തിനാണ് ഉപമയിലൂടെ കർത്താവ് പറഞ്ഞത്? മത്തായി 13 വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കർത്താവ് ഉപമകളിലേക്ക് പ്രവേശിച്ചത്. ആ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, അവനോട് ഉപമകളായി സംസാരിക്കുന്ന എന്തെന്ന് അവനോട് ചോദിച്ചു. അവനോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരെ ലഭിച്ചു, അവർക്കോ ലഭിച്ചിട്ടില്ല. ശിഷ്യഗണങ്ങൾ അല്ലാത്തവരുമുണ്ട്, കർത്താവിനെ വാക്കുകളിൽ കൊടുക്കുവാൻ വന്നവർ, കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വന്നവരുണ്ട്. അവരോടുള്ള ബന്ധത്തിലാണ് ഇത് ഉപമകളായി പറഞ്ഞെന്ന് നമുക്കവിടെ ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, മിസ്റ്ററീസ്, മറഞ്ഞെടുക്കുന്ന സത്യങ്ങൾ നിങ്ങൾക്കറിയുവാൻ ഭാഗ്യം ലഭിച്ചു, വരം ലഭിച്ചു, അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. നിന്റെ വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചു. കർത്താവ് അതിന് അടയാളം കൊടുത്തത്, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കണം, അത് വീണ്ടും തളിർക്കുന്ന കാണും. ഇത് കണ്ടാൽ ഞാൻ അടുക്കലാണ് എന്ന് അറിഞ്ഞുകൊള്ളുവാനായിട്ട് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായി 1-2 വാക്കുകൾ അത് ഓർപ്പിച്ചിട്ട് ഞാൻ കോവിഡ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരികയാണ്. എന്നാൽ ഇവിടെ കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന്. കർത്താവ് ശിഷ്യന്മാർ അറിഞ്ഞോ അറിയാതെ ഒരടയാളം ചോദിച്ചു. യേശുക്രിസ്തു അതിന് കൊടുത്ത അടയാളം ഒരടയാളമാണ്. നിങ്ങൾ അത്തിയെ നോക്കി രൂപം പഠിക്കണം, അത് ഉപമയാണ്. ഉപമയിൽ മറിഞ്ഞു കിടക്കുന്ന മർമ്മമുണ്ട്. എന്താണ് അതിൽ മറിഞ്ഞു കിടക്കുന്നത്? വചനത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല, മറ്റൊരു പ്രസംഗമായി പോകും. അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഉദാഹരണമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള ഭാഗം നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് വളരെ വ്യക്തമായി ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിച്ചു. 3 റെഫറൻസ് ആണ് കാണുന്നത്. ഈ ലൂക്കോസ് 13-ന്റെ 6 തൊട്ടുള്ള വാക്യം നോക്കിയാൽ 3 സംവത്സരമായി ഒരത്തിവീഴിൽ ഫലം തിരയുന്ന കർത്താവ് എവിടെയാണ് പരസ്യ ശുശ്രൂഷ ചെയ്തത്? യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് യഹൂദന്റെ മധ്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നോക്കിയാട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്നാൽ, ജാതിയുടെ അടുക്കൽ പോകാതെ, ശിഷ്യന്മാരുടെ പട്ടണങ്ങളിൽ കിടക്കാതെ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുന്നതും തൻ്റെ പരസ്യ ശുശ്രൂഷ നടന്നതൊക്കെ എവിടെ? യഹൂദന്റെ മധ്യത്തിലാണ്. 3 വർഷമായി അത്തിയിൽ ഫലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ശുശ്രൂഷയിലും ഒരു ഫലവും ആ രാഷ്ട്രത്തിൽ കാണുന്നില്ല. അതാണ് ആ 13-ന്റെ 6 തൊട്ടുള്ള വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അത് വെട്ടിക്കളയട്ടെ, നിലത്തെ എന്തിനാ നിഷ്ഫലമാക്കുന്നത്, നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, നമുക്ക് കിളച്ച് വളമിട്ട് നോക്കാം ഫലം കായ്ക്കുമോ എന്ന്. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2-ാമത്തെ ഉപമ ഈ അത്തിവൃക്ഷത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കുറച്ചുകൂടെ വെളിച്ചം നമുക്ക് ആ വിഷയത്തിൽ കിട്ടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് 12 പിറ്റേന്നാൾ അവൻ ബഥന്യ വിട്ടു പോരുമ്പോൾ അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് കണ്ടു. അവൻ വല്ലതും കാണുമെന്ന് വിചാരിച്ച് അതിൻ്റെ അടുക്കൽ ചെന്നു. വിശന്നിട്ട് അതിൽ നിന്നൊരു പഴം പറിച്ചു തിന്നാൻ ചെന്നതാണ്. ഇലയുണ്ട്, പക്ഷേ അവിടെ ഫലമില്ല. അതിനെ കർത്താവ് ശപിച്ചു. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ദീർഘമായി ചിന്തിപ്പാൻ കഴിയുന്ന കാര്യമാണ്. ഇസ്രായേൽ രാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് ഉണങ്ങിപ്പോയ ചിത്രമാണ് ഇതിലൂടെ കാണുന്നത്. 3-ാമത്തെ റെഫറൻസ് ആണ് നമ്മൾ വായിച്ച മത്തായി 24-ന്റെ 32 തൊട്ടുള്ള വാക്യം. എന്താണ് നിന്റെ വരവിൻ്റെ അടയാളം? ശിഷ്യന്മാർ തലേ ദിവസം കണ്ടു അത്തി ഉണങ്ങിപ്പോകുന്നത്. അവരോട് പറയുകയാണ്, അത്തി വീണ്ടും തളിർക്കുന്ന നിങ്ങൾ കാണും, അത് കണ്ടാൽ ഞാൻ അടുക്കലാണെന്ന് അറിഞ്ഞുകൊള്ളുവാനായിട്ട് പറഞ്ഞു. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരോട് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചോട്ടെ. ലോകത്തിൽ രാഷ്ട്രമില്ലാതെ ചെതറിപ്പോയ യഹൂദൻ
ഒരു വിധത്തിലും അവർക്കിനി ഒരു രാജ്യം ഉണ്ടാകില്ല എന്ന് കരുതിയെങ്കിലും 1948 മെയ് മാസം 14 ഒരു രാഷ്ട്രമായി പിറന്നു വീഴുക മാത്രമല്ല, ഏതാണ്ട് 21-22 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ അവരൊരു രാജ്യമായി പിറന്നു വീഴുന്നത് ദൈവകരത്തിൻ്റെ അത്ഭുതമാണ്. അവർ പിറന്നു വീണെന്ന് മാത്രമല്ല, 5 യുദ്ധങ്ങൾ അവർ അഭികരിച്ചു. 1948 ഏതാണ്ട് 13 മാസം നീണ്ടു നിന്നു. അതിനുശേഷം 56, 67, 73, 82 അതിനുശേഷം അവർ പല ചെറിയ യുദ്ധങ്ങളും ഭീകരവാദങ്ങളും ഒക്കെ അഭികരിച്ചു. ആ രാഷ്ട്രം എന്തുകൊണ്ടാണ് 21-22 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ, അവരുടെ ബദ്ധവൈരാഗ്യങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്? ദൈവിക പദ്ധതികൾ നിവർത്തിക്കാൻ ദൈവം തിരിച്ചു കൊണ്ടുവന്നതാണ്. ഈ വാക്ക് ഞാൻ അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഒരു സത്യം എൻ്റെ കേൾവിക്കാരോട് ഓർപ്പിക്കട്ടെ, തളിർത്ത തലമുറ ഈ തലമുറയാണ്. അതിൻ്റെ തളിർപ്പ് കാണുന്ന ജനങ്ങളാണ് നമ്മൾ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇത് തളിർക്കുന്ന കണ്ടാൽ ഞാൻ അടുക്കലാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഈ കാലയളവിലാണ് ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അനേക സംഭവവികാസങ്ങൾ പ്രവചന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു. ഉദാഹരണമായിട്ട് ഈ നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, ബി വൈസ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് വാട്ട് നെക്സ്റ്റ്. അടുത്തതായിട്ട് എന്താണെന്ന് ബുദ്ധിയോടെ ചിന്തിച്ചു കൊള്ളുവാൻ ഈ എഡിറ്റോറിയൽ ബോർഡുകളും പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ ദൈവമക്കളായി നമ്മളും അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് എന്താണ്? ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചോട്ടെ. 24-ാം അധ്യായത്തിൽ നിന്റെ വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത അടയാളം അത്തിവൃക്ഷത്തിൻ്റെ തളിർപ്പാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 7-ാം വാക്യം വരുമ്പോൾ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്, പ്രസവവേദനയുടെ ആരംഭമാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ ഒരു സ്ത്രീ പ്രസവം അടുക്കുമ്പോൾ അവൾക്ക് ഈറ്റുനോവുണ്ടാകും, ബർത്ത് പാങ് ഉണ്ടാകും. അത് പ്രസവം അടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ വരവിന് മുമ്പ് ഇത് സംഭവിക്കുന്നു, അതിൻ്റെ ആധിക്യം വർദ്ധിക്കും. എന്താ കാരണം? അത് ഈറ്റുനോവാണ്. ഈറ്റുനോവ് പ്രസവവേദനയാണ്. ആ പ്രസവവേദന എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവാണ്. ആ കുഞ്ഞു പിറക്കണം. ഇത് കർത്താവ് പറയുമ്പോൾ നമ്മളിവിടെ മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ അവിടെ ഇത് ഒക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. എന്തൊക്കെയാണ് കർത്താവ് പറഞ്ഞത്? ക്ഷാമം, ഭൂകമ്പം അവിടെ ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഞാനത് ഇംഗ്ലീഷ് ബൈബിളൊന്ന് വായിക്കാൻ പോവുകയാണ്. നമ്മുടെ മലയാള ബൈബിളിൽ ഭാഷാന്തരത്തിൽ ഒരു വാക്ക് വിട്ടുപോയി. മറ്റേ ലൂക്കോസിലും മറ്റും അത് വായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മത്തായി 24 വായിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ അവിടെ ഒന്ന് വായിക്കാം. For nation will rise against nation, kingdom against kingdom, and there will be famines, pestilence and earthquakes in various places. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. അത് ശരിയായിട്ട് ഭാഷാന്തരം ചെയ്താൽ 3 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞു. ക്ഷാമം, പകർച്ചവ്യാധികൾ, പെസ്റ്റിലൻസ് ആൻഡ് എർത്ത്ക്വേക്സ്, ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാകും. ഇന്നത്തെ കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ ഭൂകമ്പം സാധാരണ സംഭവമാണ്. ഈ കഴിഞ്ഞ മാസം പത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു, ഇടുക്കിയിൽ പല പ്രാവശ്യം ഭൂകമ്പം ഉണ്ടായി, റഷ്യയിൽ ഭൂകമ്പം ഉണ്ടായി, ഈ ജപ്പാനിൽ ഒരു 3-4 ദിവസം മുമ്പ് സുനാമി ഉണ്ടായി. നമ്മളൊന്നും ഇത് മൈൻഡ് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ? ഭൂകമ്പങ്ങളൊക്കെ സാധാരണ സംഭവങ്ങളായി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിൽ there shall be earthquakes in diverse places, പല സ്ഥലങ്ങളിലുണ്ടാകും. അതേസമയം കർത്താവ് പറഞ്ഞു ക്ഷാമം ഉണ്ടാകുമെന്നെടുത്ത് പറഞ്ഞു. കർത്താവ് പറഞ്ഞ വാക്ക് പ്രത്യേകം ഓർക്കണം, ക്ഷാമം ഉണ്ടാകും. ഞാൻ ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ക്ഷാമം ഇപ്പോൾ വളരെ ശ്രദ്ധിക്കാൻ കാരണമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. എന്താ അവർ പറയുന്നത്? ഭയങ്കര ക്ഷാമം വരുന്നു. ക്ഷാമം നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടിയായിട്ട് വരുന്നു. 2019 ഏപ്രിൽ 3 മനോരമ പ്രസിദ്ധീകരിച്ചൊരു പത്രം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എൻ്റെ കയ്യിലുണ്ട്. 2019 ഏപ്രിൽ മാസം 3 അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ലോകം കൊടും പട്ടിണിയിൽ 11.3 കോടി പേരാണ്. 11.3. ഉദാഹരണമായിട്ട് സിറിയ, യമൻ മുതലായ സ്ഥലങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങളും അതുപോലെ ആഫ്രിക്കയുടെ പല പ്രദേശങ്ങളിലും ഈ പ്രസ്തുതകൾ കൊണ്ട് ഒരുപാട് പേർക്ക് വേണ്ടവണ്ണം ഭക്ഷണമില്ല.
അന്ന് UN കണക്കാക്കിയതനുസരിച്ച് ഏതാണ്ട് 11.3 കോടി പേര് പട്ടിണിയിലാണ്. അവർക്ക് ഭക്ഷണമില്ല. ഈ പട്ടിണി കൊണ്ട് അനേകർ മരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈറ്റുനോവിൽ ഒരു കാര്യം പറഞ്ഞു: ക്ഷാമം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, UN ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഏതാനും മാസത്തിനുള്ളിൽ ലോകത്തിൽ ക്ഷാമം ഉണ്ടാകും. ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് നമുക്ക് ഇഷ്ടം പോലെ റേഷനും നമുക്ക് ഇഷ്ടം പോലെ അരിയൊക്കെ തരികയാണ്. എവിടെ നിന്ന് അവർ തന്നത്? അവരുടെ കയ്യിലിരുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് അങ്ങോട്ട് കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ കേരള സർക്കാർ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്തതായിട്ട് കൊടുക്കാൻ സാധനം കയ്യിലില്ല. അവർക്ക് സ്റ്റോക്കില്ല. സ്റ്റോക്ക് വരണം. ഈ അവരുടെ ഫുഡ് കോർപ്പറേഷൻ്റെ അതിൻ്റെ ഗോഡൗൺസിലുള്ളത് കൊടുക്കുകയാണ്. കേരളത്തിൽ ആരൊക്കെയുണ്ടോ, പണക്കാരനെന്ന് വ്യത്യാസമില്ല, പാമരനെന്ന് വ്യത്യാസമില്ല, ഇവിടെ വന്ന് പാർക്കുന്ന വടക്കേ ഇന്ത്യക്കാരനെന്നില്ല, ആർക്കും കൊടുക്കുകയാണ്. റേഷൻ കാർഡ് ഉള്ളവനും ഇല്ലാത്തവനും കൊടുക്കുകയാണ്. പക്ഷേ ഈ കൊടുക്കുന്നത് ഓർക്കണം, നമുക്കിങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ രാഷ്ട്രം കരുതി വെക്കുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണിൽ കിടക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ്. ഈ ഭക്ഷണം തിരിച്ച് അങ്ങോട്ടൊന്ന് കയറ്റി വെക്കാൻ എവിടെ നിന്ന് കിട്ടുന്നു? കർഷകന് കൃഷി ചെയ്യാൻ വയ്യ. ഭക്ഷണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടായി. അവിടെ കെട്ടിക്കിടന്നത് നശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലാകമാനം കർഷകൻ ഇതുമൂലം പ്രയാസപ്പെടുന്നു. ഈ പകർച്ചവ്യാധി മൂലം വളരെ വ്യക്തമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് കൊടുത്തു. പ്രൊഡക്ഷൻ ഇല്ല. ദർ ഇസ് നോ പ്രൊഡക്ഷൻ. ആളുകൾ ജോലിക്ക് പോകുന്നില്ല. അതുകൊണ്ട് അവർ മുന്നറിയിപ്പ് കൊടുത്തു, അതിഭയങ്കരമായ ക്ഷാമം വരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ ക്ഷാമ മുന്നറിയിപ്പ് നൽകപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ വസിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഇവിടെ എന്തെങ്കിലും ഭക്ഷിക്കാൻ, ചക്കയോ മാങ്ങയോ കപ്പയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ ഇവിടെ ദൈവം സുലഭമായി തന്നിരിക്കുന്നത് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന വലിയ കരുണയാണ്. നമ്മളോട് കാണിച്ചിരിക്കുന്ന ഒരു കരുണയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു: പെസ്റ്റിലിൻസ്, പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധിയാണ് ഇപ്പോൾ നമ്മുടെ വിഷയത്തിലായിരിക്കുന്നത്. COVID-19 നമ്മൾ ഓർത്തതുപോലെ നോവൽ കൊറോണ വൈറസ് COVID-19 ഞാൻ ഓർപ്പിച്ചു. 2019 നവംബർ ഡിസംബറിൽ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് പുതിയ കൊറോണ, കാരണം അതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചു 2003 സാർസ് എപ്പിഡമിക് എന്ന് പറഞ്ഞ് ചൈനയിൽ ഇത് വന്നതുകൊണ്ട് ഒരു പുതിയ കൊറോണ 2019 അവർ കണ്ടുപിടിച്ചു, ആ വൈറസ്. അതുകൊണ്ട് ആ പേര് കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോവിഡ് ഇന്ന് ലോകത്തിൽ പടർന്നു പിടിക്കുകയാണ്. എങ്ങനെ ഇത് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിവില്ല. ബൈബിളിലും അത് പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, കോവിഡ് എന്ന് പറഞ്ഞൊരു വാക്ക് വേദപുസ്തകത്തിലില്ല. COVID-19 എന്ന് പറഞ്ഞൊരു വാക്കില്ല. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ വാക്കിൽ പെസ്റ്റിലിൻസ്, പകർച്ചവ്യാധി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ടത്. എന്താണ് അടുത്തതെന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോക്കുക, ഈ COVID-19 വന്നതിൻ്റെ പരമായി നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആഗോളമായി ഗ്ലോബൽ ഒരു എക്കണോമി, സാമ്പത്തിക മണ്ഡലങ്ങളിലും മറ്റും വലിയൊരു വ്യത്യാസം ഈ കോവിഡ് കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ വിഷയം അല്പം പിന്നീട് നമുക്ക് ചിന്തിക്കാൻ നോക്കാം. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കണം. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കർത്താവിൻ്റെ വരവ് ഈറ്റുനോവുണ്ടായി ഒരു കുഞ്ഞു പ്രസവിക്കുന്ന പോലെയാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇന്ന് നമ്മൾ ആഗോളമായി ഇത് കാണുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ലോകം ഒരുക്കപ്പെടുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടെയാണ്. അതിന് ഏതാണ്ട് അല്പം മുമ്പ് യഹൂദന്മാർ കുടിയേറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെങ്കിൽ അന്നേരവും യഹൂദൻ്റെ രാജ്യം അവർക്ക് വേണ്ടി കൊടുക്കാൻ തക്കവണ്ണം പാശ്ചാത്യ രാജ്യങ്ങളുടെ കയ്യിലെത്തിയിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ ഞാനത് വിശ്വസിക്കുന്നു.
ഞാൻ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഞാൻ പല പ്രവചന പണ്ഡിതന്മാരുടെ വാക്കുകൾ വിലയിരുത്തി. ആ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് 7-ാം വാക്യം എടുക്കുമ്പോൾ ആ 7-ാം വാക്യത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. കോവിഡിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ ഇവിടെ കർത്താവിനോട് ചോദിച്ചു, ലോകാവസാനം എപ്പോഴാണ്? കർത്താവ് പറഞ്ഞ വാക്ക് ഇവിടെ ഇങ്ങനെയാണ്, നിങ്ങൾ 6-ാം വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, അത് അവസാനമല്ല. അപ്പം യുദ്ധങ്ങളൊക്കെ നടക്കും, അത് അവസാനമല്ല. പിന്നെ കർത്താവ് എന്താ പറഞ്ഞേ? അത് അവസാനമല്ല. യുദ്ധം മനുഷ്യ ചരിത്രമാണ്. മനുഷ്യൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ വാറിൻ്റെ ചരിത്രമാണ്. അതൊക്കെ നിങ്ങൾ കേൾക്കും, പക്ഷേ അത് അവസാനമല്ല. എന്നാൽ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു 7-ാം വാക്യത്തിൽ, ഇത് പറഞ്ഞിട്ട് ഉടനെ പറയുക, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ആ വാക്കിൻ്റെ ആശയം ശ്രദ്ധിച്ചോ? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, അത് അവസാനമല്ല. എന്നാൽ ഒരു രാജ്യം, ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം, ഇവിടെ വായിക്കുന്നത്, ഫോർ നേഷൻ വിൽ റൈസ് അഗൈൻസ്റ്റ് നേഷൻ, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധത്തിന് പ്രവേശിച്ച്, എ നേഷൻ വിൽ റൈസ് അഗൈൻസ്റ്റ് എ നേഷൻ ആൻഡ് കിങ്ഡം അഗൈൻസ്റ്റ് കിങ്ഡം, സാമ്രാജ്യങ്ങൾ ചേർന്ന് യുദ്ധം ആരംഭിക്കും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ ഒരു യുദ്ധം ലോകത്തിൽ എന്നാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്? ലോകം അങ്ങനെ ഒരു യുദ്ധം കണ്ടിട്ടില്ല. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് സാമ്രാജ്യങ്ങൾ ചേർന്നൊരു യുദ്ധം ലോകം അന്നുവരെ കണ്ടിട്ടില്ല. ലോകം കർത്താവ് പറഞ്ഞ പോലെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, യുദ്ധശ്രുതികളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു രാജ്യം, അടുത്ത് കിടക്കുന്ന, യൂറോപ്പിലുള്ള അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് സെർബിയ. സെർബിയ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചെടുത്തു. ഓസ്ട്രിയയുടെ ഭരണകർത്താവിനെ ഒരു സെർബിയൻ യുവാവ് വെടിവെച്ചു കൊന്നു. 1 മാസം ടെൻഷൻ നിന്നു. 1914 ജൂലൈ മാസം 29-ാം തീയതി ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, 1919 ജൂലൈ 29 ഓസ്ട്രിയ സെർബിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനി വന്നു. ജർമ്മനി ബെൽജിയത്തിലൂടെ കടന്ന് ഫ്രാൻസിനെ കയറി ആക്രമിച്ചു. ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ, ചുരുക്കി പറയട്ടെ, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 25 രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിൻ്റെ, കർത്താവ് പറഞ്ഞ വാക്കുകളുടെ മഹത്വവും മാധുര്യവും അതിൻ്റെ നിസ്തുല്യതയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, അത് അവസാനമല്ല. പക്ഷേ യേശുക്രിസ്തു ഒരു പിൻ പോയിന്റ് ചെയ്ത ഒരു യുദ്ധം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇത് പ്രസവവേദനയുടെ തുടക്കമാണ്. ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. നമ്മൾ ഓർക്കണം, 1-ാം ലോകയുദ്ധത്തിന് പേര് കൊടുത്തത് മഹായുദ്ധമെന്നാണ്, ഗ്രേറ്റ് വാർ. കാരണം അങ്ങനെ ഇത്രയും രാജ്യങ്ങൾ ചേർന്നൊരു യുദ്ധം അതുവരെ നടന്നിട്ടില്ല. നമ്മുടെ കർത്താവ് ഓർപ്പിച്ച പോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു, പക്ഷങ്ങൾ ചേർന്നു, ലോകവ്യാപകമായി. എൻ്റെ കയ്യിലൊരു ചിത്രമുണ്ടായിരുന്നു, ഏതാണ്ട് ലോകത്തിലെ മിക്ക സ്ഥലങ്ങളിലും 1-ാം ലോകയുദ്ധം അത് പടർന്നു പിടിച്ചു. ആ കാലത്ത് കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്തു, രാസായുധങ്ങൾ ഉപയോഗിച്ചു. 17 ദശലക്ഷം ആളുകളെങ്കിലും മരിച്ചിട്ടുണ്ട്. 1-ാം ലോകയുദ്ധത്തിൻ്റെ ഭീകരത. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം, അന്ന് ഈ 1-ാം ലോകയുദ്ധത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരക്കീഴിൽ പലസ്തീൻ്റെ മണ്ണ് കടന്നു വരികയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, തുർക്കികളുടെ 400 വർഷം നിന്ന സാമ്രാജ്യം 1517 തൊട്ട് 1917 വരെയാണ് അവർ ഭരിച്ചത്. എന്നാൽ 1-ാം ലോകയുദ്ധം 1914 തൊട്ട് 18 വരെയാണ്. ഈ 1917 തുർക്കികളുടെ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലേക്ക് ഈ ഭാഗം അമർന്നു. ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. ബ്രിട്ടീഷുകാരുടെ കൈകളിലതായപ്പോൾ യഹൂദന് കുടിയേറുവാൻ കുറച്ചുകൂടെ എളുപ്പമായി. ഈറ്റുനോവിൻ്റെ ആരംഭം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് കർത്താവ് പറഞ്ഞു. ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. അതോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ക്ഷാമങ്ങളും ഭൂകമ്പവും പകർച്ചവ്യാധികളും ഉണ്ടാകും. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 1-ാം ലോകയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ലോകം ഭയപ്പെട്ടു. ഇനി ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ്
1920 ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു വന്ന് ഒരു ആഗോള ഒരു രാജ്യങ്ങളുടെ ഒരു സംഘടന അവർ ഒപ്പുവെച്ചുണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ് ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിച്ചിട്ടുണ്ട്. ലീഗ് ഓഫ് നേഷൻ ഉണ്ടാക്കിയതിൻ്റെ കാരണം യുദ്ധത്തിൻ്റെ കെടുതി കണ്ട് ഭയപ്പെട്ട് ഇനി ഒരു ലോകയുദ്ധം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തിൽ അവർ അതുണ്ടാക്കി. എന്നാൽ നമുക്കറിയാം 1939 വീണ്ടും ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, സെക്കൻഡ് വേൾഡ് വാർ. 1939 തൊട്ട് 45 വരെ 6 വർഷം നീണ്ടു നിന്നു ആ രണ്ടാം ലോകയുദ്ധം. 6 വർഷം നീണ്ടു നിന്ന മഹായുദ്ധത്തിൽ നമ്മൾ പലർക്കും അറിയാവുന്നതുപോലെ ന്യൂക്ലിയർ വാർ ഉപയോഗിച്ചു. ന്യൂക്ലിയർ വാർ 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബ് സ്ഫോടനമുണ്ടായി. മാനവരാശി അന്ന് എന്താണ് ഇതിൻ്റെ ഭീകരത എന്ന് കണ്ടു. ആ ഭീകരത അവർ മനസ്സിലാക്കി. 1945 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായെങ്കിൽ 1946 ലോകം ഭയപ്പെട്ട് മറ്റൊരു സംഘടനയുണ്ടാക്കി. അതിൻ്റെ പേരാണ് UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, UNO. ആഗോളമായി ഇനി ഒരു യുദ്ധമുണ്ടാകാതിരിക്കാൻ UNO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി. എൻ്റെ പ്രിയ കേൾവിക്കാരെ, UNO ആഗോളമായ ഒരു നിയന്ത്രണത്തിലേക്ക് ലോകത്തെ ചെറുകെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ആഗോള നിയന്ത്രണം. എന്നാൽ അതൊരു സ്വാതന്ത്ര്യമുള്ള പരമാധികാരമുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്താതെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു 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 കാലയളവ് ഈ കൊറോണ-19 ആഗോളമായി പടർന്നു പിടിച്ചപ്പോൾ ലോകത്തിൽ ആകമാനം വന്ന ഒരു ശബ്ദമുണ്ട്. ലോകത്തിൽ ആകമാനം വന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മുൻപ് ബ്രിട്ടൻ ഭരിച്ചിരുന്ന പ്രൈം മിനിസ്റ്റർ ഗോർഡൻ ബ്രൗൺ ഡങ്കൻ പ്രസംഗിച്ചത് പലരും നിങ്ങൾ ശ്രദ്ധിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? A one world government is needed to cope with COVID-19. ഒരാഗോള ഗവൺമെൻറ് വേണം ഈ COVID-19 നിയന്ത്രിക്കാനും. ആരായി പറഞ്ഞത്? ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായ ഗോർഡൻ ബ്രൗൺ. ലോകത്തിലാകമാനം പ്രശ്നമുഖരിതമായി തീർന്ന ഒരു പ്രശ്നമാണ് COVID-19. ഈ COVID-19 ഇത്ര പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ലോകത്തിന് ഒരു ചിന്ത, ഇത് നിയന്ത്രിക്കണമെങ്കിൽ ഒരു പരമാധികാരമുള്ള രാജ്യം കൊണ്ട് സാധിക്കില്ല. നോക്കായി കോവിഡ് ചൈനയിൽ ആരംഭിച്ച് അവിടുന്ന് ഏതാണ്ട് 200 രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഏതാണ്ട് 50,000 ആളുകൾ മരിച്ചു. 100,000 ആളുകൾക്ക് ഇത് പിടിച്ചിട്ടുണ്ട്. ഇനിയും എവിടെ ചെന്നത് നിൽക്കുമെന്നറിയില്ല. അവിടുത്തെ നിയന്ത്രണങ്ങൾ അവരുടെ കൈവിട്ടു പോയതുപോലെയാണ് നമ്മളവിടെ കാണുന്നത്. 3000 പേരും 4000 പേരൊക്കെ ഡെയിലി മരിക്കുകയാണ്. നമ്മൾ കണ്ടു, നമ്മുടെ കൺമുമ്പിൽ ശവപ്പെട്ടികൾ അടുക്കി വെച്ച് ആ ഹാർട്ട് ഐലൻഡിൽ ആരുമില്ലാതെ അവരെ കൊണ്ട് മൂടുന്നത് നമ്മൾ കണ്ടു. കുഴിച്ചിടാൻ ആരുമില്ല, അവർക്ക് വേണ്ടി വിലപിക്കാൻ ആരുമില്ല. മനുഷ്യൻ എത്രയോ ബുദ്ധിമുട്ടുന്നു. ഇതിൻ്റെ മധ്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തെക്കുറിച്ച് ഒരു കാര്യം ഓർക്കണം. ഇന്ന് നമ്മൾ ഈ കോവിഡ്, അതായത് ഈ പ്രശ്നം, ഈ COVID-19 കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഒരു സത്യം നിങ്ങളോട് ഓർപ്പിക്കട്ടെ. വേദപുസ്തക പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനേക രാഷ്ട്രങ്ങളുടെ പേര് 2000-3000 വർഷം മുമ്പ് ദൈവം എടുത്തു പറഞ്ഞു. റഷ്യയുടെ പേരെടുത്ത് പറഞ്ഞു, റഷ്യയോട് കൂടെ വരുന്ന രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു, ഇസ്രയേലിൻ്റെ പേര് പറഞ്ഞു, അറബി രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, ദൈവം ലോകത്തിൽ കിഴക്കുന്ന് വരുന്ന രാജാക്കന്മാരുടെ പേര് പറഞ്ഞു. ലോകത്തിൽ അന്ത്യകാല യുദ്ധങ്ങളും കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലോകരാജ്യങ്ങളുടെ പേരുകൾ ദൈവം എടുത്തു പറഞ്ഞപ്പോൾ എൻ്റെ കേൾവിക്കാരോടൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അമേരിക്കയുടെ പേരെന്താണ് ബൈബിളിൽ ഇല്ലാത്തത്? അമേരിക്കയുടെ പേര് എന്തുകൊണ്ട് ബൈബിളിലില്ല?
ഇത്ര ശക്തിയേറിയ, നമ്മൾ ഓർക്കണം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, സാമ്പത്തിക ശക്തി ആരാണ്? സാമ്പത്തിക ശക്തി ഇല്ലാതെ ലോകവ്യാപകമായി അവരുടെ സൈന്യത്തെ പടർത്തി ലോകത്തിൻ്റെ മേലൊരു നിയന്ത്രണം. നമ്മളറിയാം, നമ്മൾ സാധാരണ പറയുന്നു അവർ ലോക പോലീസാണെന്ന് പറയാറുണ്ട്. ആ വിധത്തിൽ അവർ ലോകത്തെ നിയന്ത്രിക്കണമെങ്കിൽ അവരുടെ സമ്പൽഘടന അത്ര ശക്തമായിട്ടാണ്. എന്നാൽ അവരുടെ സമ്പൽഘടന തകർന്നു പോയാൽ ഈ ലോക പോലീസായിട്ട് അവർക്ക് വർത്തിക്കാനായിട്ട് സാധിക്കില്ല. അമേരിക്ക അങ്ങനെ തകർന്നു പോകുമോ? ഞാൻ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്ര വലിയ രാജ്യമായി അമേരിക്ക ലോകത്തിൽ അന്ത്യകാല സംഭവങ്ങളിൽ പ്രവചനത്തിൽ കാണപ്പെടാത്തത്? അമേരിക്ക ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു പ്രവചനവും ബൈബിളിലില്ല. വാസ്തവത്തിൽ ഇത്ര വലിയൊരു രാജ്യത്തെ ആ പ്രവചനത്തിൽ എടുത്ത് കാണിക്കേണ്ടതാണ്. ഞാൻ ഓർപ്പിച്ച പോലെ അറബി രാജ്യങ്ങളുടെ പേര്, ഇസ്രയേലിൻ്റെ പേര്, റഷ്യയുടെ പേര്, റഷ്യയുടെ കൂടെ വരുന്ന രാജ്യങ്ങളുടെ ഓരോന്നിൻ്റെ പേര്, ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? എന്തിനാണ് അമേരിക്ക ഇന്ന് ഇത്ര വലിയ ശക്തിയുള്ളൊരു രാജ്യമായി തീർന്നത്? സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായി മാറി. ഞാൻ ഒരുപാടിരുന്ന് ചിന്തിച്ചു, ഞാൻ ഒരുപാട് വായിച്ചു നോക്കി. മാത്രമല്ല, ഈ COVID-19 കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഞാൻ പ്രവചിക്കുകയല്ല, ഞാൻ പറയുന്നത് തെറ്റിപ്പോകാം. പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചില ചിന്തകൾ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. പത്രങ്ങളിൽ വായിച്ച പോലെ വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തത് എന്തെന്ന് ചിന്തിപ്പാൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്താണ് അടുത്തതെന്ന് നമ്മൾ ചിന്തിക്കണം. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയെ പോലെയോ ചൈനയെ പോലെയുള്ള ഒരു രാജ്യമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അമേരിക്കയിൽ ആരായിരുന്നു? ജനങ്ങളില്ലായിരുന്നു. അമേരിക്കയിലെ ജനങ്ങളില്ലായിരുന്നു. അമേരിക്ക പിന്നെ ആരാ ഉണ്ടായിരുന്നത്? അമേരിക്കയിൽ ജനങ്ങളില്ലായിരുന്നു. നമ്മൾ അമേരിക്കയുടെ ചരിത്രം പ്രത്യേകം എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം പ്രത്യേകം അറിയാം. യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു വലിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ യൂറോപ്പിൽ ഒരു വലിയ ഡിബേറ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഒരു വലിയ വാദകോലാഹലം. ചക്രവാളം കാണാം. ഈ ചക്രവാളത്തിനപ്പുറത്ത് എന്തെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നവരുടെ മനസ്സിലൊരു ചോദ്യം അങ്കുരിച്ചു. പലപ്പോഴും അതിനെക്കുറിച്ച് വാദകോലാഹലങ്ങളാണ്. എന്നാൽ ആ യൂറോപ്പിൽ നിന്ന് കൊളംബസ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഏറിയ പങ്കും യഹൂദന്മാരാണെന്നാണ് പറയുന്നത്. യഹൂദന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ കപ്പലിൽ യാത്ര തുടങ്ങി. 1492 അവർ അമേരിക്കൻ ഐക്യനായകളുടെ തീരത്ത് പോയി ലാൻഡ് ചെയ്തു. അവർ മടങ്ങി വന്ന് യൂറോപ്പിനോട് പറഞ്ഞു, യൂറോപ്പിൽ അറിയിച്ചു, ഇങ്ങനെയൊരു മനോഹരമായ രാജ്യമുണ്ട്. നമ്മൾ പിന്നീട് വായിക്കുന്നത്, ചരിത്രം പറയുന്നത്, ഞാൻ ചുരുക്കി പറയട്ടെ, 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം 37 മില്യൺ ആളുകൾ യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി. ആരായിരുന്നു അമേരിക്കയിൽ? അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. തൂവലുകളൊക്കെ തൊപ്പിയിൽ വെച്ച് റെഡ് ഇന്ത്യൻസ് അവരായിരുന്നു. ഇപ്പോൾ എവിടെ റെഡ് ഇന്ത്യൻസ്? നമ്മൾ അമേരിക്കയിൽ ചെന്നാൽ റെഡ് ഇന്ത്യൻസിനെ കാണത്തില്ല. ഇന്ത്യയിൽ ആളുകളുണ്ടായിരുന്നു, ചൈനയിൽ ആളുകളുണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളിൽ ആളുകളുണ്ട്, അമേരിക്കയിൽ ആളുകളില്ല. 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ആളുകൾ കുടിയേറിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഉണ്ടായത്. അമേരിക്കൻ ഐക്യനാടുകൾ അങ്ങനെ ഉണ്ടായി. ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകണം. എന്താ അതിൻ്റെ കാരണം? പറയാം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകരാജ്യങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കാൻ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ജെറമ്യ 1:12 ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ജാഗരിക്കുന്നു. ജെറമ്യ 1:12, ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. എൻ്റെ വചനങ്ങളെ നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇസ്രായേലിനോട് ദൈവം ആവർത്തിച്ച് പറഞ്ഞു, നിന്നെ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ചിതറിക്കും. ഞാൻ ആ പ്രവചനങ്ങളൊന്നും എടുക്കുന്നില്ല. ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിന്നെ ചിതറിക്കും. മോശ പറഞ്ഞു, ആവർത്തന 28 യേശുക്രിസ്തു എടുത്ത് പറഞ്ഞു, അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് പറഞ്ഞു. പക്ഷേ അവരെ ആരാ ചിതറിച്ചത്? ശക്തന്മാരായ റോമൻ സാമ്രാജ്യമാണ്. ദൈവം റോമൻ സാമ്രാജ്യത്തെ ഉപയോഗിച്ചു ആ പ്രവചനം നിവർത്തിച്ച് അവരെ ലോകത്തിലാകമാനം ചിതറിക്കാൻ. അവരങ്ങനെ രാജ്യമില്ലാതെ ആശയില്ലാതെ ലോകത്തിൽ ചിതറിക്കിടക്കുകയാണ്. എന്നാൽ
ഇവരെ തിരിച്ചു കൊണ്ടുവരണം. ദൈവം കാലത്തിൻ്റെ അന്ത്യത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ആര് തിരിച്ചു കൊണ്ടുവരും? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതിശയോക്തിയില്ല. ജർമ്മനിയാണ് അവരെ തിരിച്ചോടിച്ചത്. എന്താ കാരണം? ജർമ്മനിയിൽ 90 ലക്ഷം യഹൂദന്മാരുണ്ടായിരുന്നു. രണ്ടാം ലോകയുദ്ധകാലത്ത് 60 ലക്ഷത്തെ അവർ കൊന്നു. ഹിറ്റ്ലറും മറ്റും ഗ്യാസ് ചേമ്പറിൽ 60 ലക്ഷത്തെ കൊന്നു. ജർമ്മൻ ഡ്രോവ് ദം ബാക്ക്. ജർമ്മനി അവരെ തിരിച്ചോടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അവർക്ക് പാർക്കുവാനുള്ള സ്ഥലം. നമ്മൾ ഓർത്തതുപോലെ ബ്രിട്ടീഷുകാരെ കൊണ്ട് 1917 തുർക്കികളുടെ കയ്യിൽ നിന്ന് അത് മോചിപ്പിച്ചെടുത്ത് ബ്രിട്ടന്റെ കീഴിൽ കൊണ്ടുവന്നു. ബ്രിട്ടനെ ദൈവം ഉപയോഗിച്ചു ആ സ്ഥലം ഇസ്ലാമിക് തുർക്കികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ കീഴിൽ കൊണ്ടുവരുവാനും ജർമ്മനി മൂലം അവർ ഓടുമ്പോൾ അവർക്ക് കുടിയേറുവാനുള്ള സ്ഥലം ദൈവം ക്രമീകരിച്ചു. പക്ഷേ അമേരിക്കയോ? 17-ാം നൂറ്റാണ്ടിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ദൈവം ഉണ്ടാക്കി. ഞാൻ ചില വാക്യങ്ങളൊന്ന് പറയട്ടെ. അമേരിക്ക ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ മഹത്വം നമ്മൾ ശ്രദ്ധിക്കണം. നോക്കുക, ഒരു പിറന്നു വീണ കുഞ്ഞിനെ, ഒരു കഴിവുമില്ലാത്ത ഒരു ശിശു പിറന്നു വീണു. ആ ശിശുവിനെ കഴുത്ത് ഞെക്കിക്കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ആ കഴുത്ത് ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു ബലവാനായ വ്യക്തി ആ കരങ്ങൾ എടുത്തു മാറ്റി ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചു. അതുപോലെയാണ് അമേരിക്ക ചെയ്തത്. ചുറ്റുമുള്ള രാജ്യങ്ങൾ, 22 ഇസ്ലാമിക് രാജ്യങ്ങൾ, അവരോട് ചേർന്ന് മറ്റു രാജ്യങ്ങൾ ഇസ്രയേൽ പിറന്നു വീണു 48 അവരെ കൊന്നുകളയാൻ ശ്രമിച്ചപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലായിപ്പോയേനെ. ഇസ്രയേലിനെ നിലനിർത്താൻ ദൈവം അമേരിക്കയെ ക്രമീകരിച്ചെടുക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് അവിചാരിതമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഉൾപ്പെട്ടതായിരുന്നു അമേരിക്ക. ഞാൻ ചില വാക്യങ്ങൾ എടുത്തു തരാം. എൻ്റെ മനസ്സിനെ കടന്നാകർഷിച്ച വാക്യങ്ങളാണ്. ആവർത്തനം 32-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആവർത്തനം 32-ന്റെ 8-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിച്ചു മനുഷ്യപുത്രന്മാർ വേർതിരിക്കുകയും ചെയ്തപ്പോൾ, when he separated the sons of Adam. രാഷ്ട്രങ്ങൾക്ക്, ജാതികൾ എന്നുള്ളത് മലയാളത്തിൽ രാഷ്ട്രങ്ങൾക്ക് അവകാശം വിഭാഗിച്ചു. ഒരപ്പൻ മക്കൾക്ക് വസ്തുക്കൾ വീതിച്ചു കൊടുക്കുന്ന പോലെ സ്വർഗത്തിലെ ദൈവം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ആരുടേതാണ്? യഹോവയുടേതാണ്. അവൻ ഉയരത്തിൽ നിന്ന് ഭരിക്കുന്ന കർത്താവാണ്. സ്വർഗത്തിലെ ദൈവമാണ്. അവൻ ഭൂമി ഭാഗിച്ചു കൊടുത്തു മാനവരാശിക്ക്, രാഷ്ട്രങ്ങൾക്ക്. ഞാൻ വീണ്ടും പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം കാണിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം എടുക്കണം. ദൈവമക്കൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നോക്കാം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവം മാനവരാശിയുടെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ and the boundaries and their dwellings. God has set the boundaries and their dwellings. അവരെവിടെ പാർക്കണം? ഇന്ത്യക്കാരെവിടെ പാർക്കണം? ഇന്ത്യയുടെ അതിരെത്ര ഉണ്ടായിരിക്കണം? ചൈനക്കാരെവിടെ പാർക്കണം? അതിൻ്റെ അതിരെത്ര ഉണ്ടായിരിക്കണം? ആരാ നിശ്ചയിച്ചത്? UN ആണോ നിശ്ചയിച്ചത്? അല്ല. ആരാണ് നിശ്ചയിച്ചത്? ബൈബിളിൽ വായിക്കുന്നു, ദൈവം നിശ്ചയിച്ചു. God has decided. He decided their boundaries and their dwellings. അവരുടെ കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചതാരാണ്? ദൈവമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ദാനിയേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 2-ാം അധ്യായം 7-ാം അധ്യായം, പ്രത്യേകിച്ച് 7-ാം അധ്യായം നിങ്ങൾ എടുത്തു നോക്കുക. അതിൻ്റെ അധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ ലോകത്തിൽ എന്തെല്ലാം സാമ്രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തി. ബാബിലോൺ സാമ്രാജ്യം 70 വർഷം കഴിയുമ്പോൾ തകരുമെന്ന് ദൈവം പറഞ്ഞു. ആശ്ചര്യമായി നടന്നു. അത് കഴിഞ്ഞ് മേദ്യരും പെർഷ്യരും വരും. അത് കഴിയുമ്പോൾ അവർ ഏതാണ്ട് 208 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം വരും. എത്ര കൃത്യമായി പറഞ്ഞു! അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തൻ്റെ മക്കൾക്ക് പോകില്ല, 4ആയി കീറിപ്പോകുമെന്നും അന്ത്യകാലത്തിൽ റോമൻ സാമ്രാജ്യം ദൈവിക പദ്ധതികൾ നിവർത്തിക്കാനായിട്ട് ചരിത്രത്തിൽ വരുമെന്നും ദൈവവചനത്തിൽ ഇരുമ്പ് പോലെ ബലമുള്ള സാമ്രാജ്യം എത്ര കൃത്യമായി ദൈവം പറഞ്ഞു. ഈ റോമൻ സാമ്രാജ്യം ഭരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത്. ഞാൻ എന്താ ഇത് പറഞ്ഞത്? മാനവരാശിയുടെ നിവാസവും
അവരുടെ കാലങ്ങളും ബൗണ്ടറികളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവം. അപ്പോൾ അമേരിക്ക എന്നൊരു രാജ്യം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായത് ആരുടെ കാരണത്താലാണ്? സ്വർഗത്തിലെ ദൈവമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. അവിടെ റെഡ് ഇന്ത്യൻസ് മാത്രം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ലോകത്തിൻ്റെ നാനാകോണിൽ നിന്ന് കുടിയേറി 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ആളുകൾ അവിടെ കുടിയേറി. അത്യുന്നതൻ, ദാനിയേൽ 4:17 നമ്മൾ വായിക്കുന്നു, അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നു, അതിനെ തനിച്ച് ബോധിച്ചവർക്ക് കൊടുക്കുന്നു. ദൈവത്താലല്ലാതെ ഒരു അധികാരമില്ല, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടു. റോമർ 13:1. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ദൈവത്തിൻ്റെ പദ്ധതി. അമേരിക്ക രൂപാന്തരപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ഓർപ്പിച്ചു വന്നതുപോലെ ഇസ്രായേൽ രാഷ്ട്രം ദൈവിക പദ്ധതിയുടെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ കേന്ദ്ര ബിന്ദുവാണ്. ആ രാഷ്ട്രം പിറന്നു വീഴുമ്പോൾ അവരെ സൂക്ഷിക്കാൻ, അവരെ കാത്തു സൂക്ഷിക്കാൻ ദൈവം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കുകയായിരുന്നു. മാത്രമല്ല, ഇനിയും അതിൻ്റെ ദൈർഘ്യമേറിയ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, അതിൻ്റെ ഈസ്റ്റ് കോസ്റ്റ്, അതായത് അമേരിക്കൻ ഐക്യനാടിനെ കുറിച്ച് അല്പമെങ്കിലും അറിയാമെങ്കിൽ ന്യൂയോർക്ക് മുതലായ സ്ഥലങ്ങൾ, ആ ഈസ്റ്റ് കോസ്റ്റിലാണ് ഈ യൂറോപ്പിൽ നിന്ന് കുടിയേറിയ ഏതാണ്ട് പ്യൂരിറ്റൻസ്, അതായത് ക്യോക്കേഴ്സ് എന്ന് അവർക്ക് പേര് കൊടുക്കാൻ കാരണം അവർ വിറപ്പിക്കും പ്രസംഗിക്കുമ്പോൾ ഭക്തന്മാരായി ജീവിച്ചൊരു കൂട്ടം ആളുകളുണ്ട്. ബൈബിള് കയ്യിലെടുത്ത് ജീവിച്ച പ്രൊട്ടസ്റ്റൻസ്, അവർ കുടിയേറി ആ ഈസ്റ്റ് കോസ്റ്റ്, കിഴക്കേ തീരത്ത് ന്യൂയോർക്ക് മുതലായ സ്ഥലങ്ങളിൽ 13 സ്ഥലങ്ങളിലാണ്, 13 സ്റ്റേറ്റുകളിലാണ് അവർ കയറി കുടിയേറിയത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/3 ഉള്ളൂ പ്രൊട്ടസ്റ്റൻസ്. ബാക്കി ആരുടെ കയ്യിലാണ്? ബാക്കി കത്തോലിക്കരുടെ കയ്യിലായി. കാനഡ ഫ്രഞ്ച് ഭരണം വന്നു. കാനഡയിൽ നിന്ന് താഴോട്ടിറങ്ങി അവർ ഒഹായോ, മിസിസിപ്പി മുതലായ സ്ഥലങ്ങൾ അവരുടെ കൈവശമാക്കി. അതുപോലെ അമേരിക്കയുടെ തൊട്ടുകിടക്കുന്ന മെക്സിക്കോ, സ്പാനിഷ് മെക്സിക്കോ, ലോസ് ആഞ്ചലസ്, ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഈ കാത്തലിക് പ്ലേസസ് മുഴുവൻ, ആ ചരിത്രം പോയാൽ അമേരിക്കയുടെ ചരിത്രം ഞാൻ ഒന്നൊന്നായി എടുത്ത് പറയണം. നെപ്പോളിയൻ പുറകോട്ട് മാറി, ആ സ്ഥലങ്ങൾ മുഴുവൻ പ്രൊട്ടസ്റ്റൻസിൻ്റെ കൈകളിലായി. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, അമേരിക്ക മാത്രമേ ഉള്ളൂ ലോകത്തിലൊരു പ്രൊട്ടസ്റ്റന്റ് രാജ്യം. അതിനെന്താ ഇത്ര പ്രാധാന്യത? ഇത്ര പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചാൽ, ആ പിതാക്കന്മാർ അവരുടെ കറൻസികൾ പ്രിൻ്റ് ചെയ്തപ്പോൾ, നാണയങ്ങൾ അവരെ വാർത്തെടുത്തപ്പോൾ അതിലവർ എഴുതി, ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവരുടെ ഭരണകൂടം എഴുതി ചേർത്തു, ദൈവവചനത്തെ ആസ്പദമാക്കി. ലോകത്തിൽ സുവിശേഷ പ്രവർത്തനം, മിഷണറി വർക്കിന് പണം കൊടുത്താൽ ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരു രാജ്യം ലോകത്തിലുണ്ടെങ്കിൽ ഏത് രാജ്യമാണ്? ആ രാജ്യം നമ്മൾ ഓർത്തതുപോലെ അമേരിക്കയാണ്. അമേരിക്ക എല്ലാ വിധത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ മനസ്സിൽ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ കടന്നു വന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം, നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കള് പെറ്റുപെറുകയാണ്. ഈജിപ്തിൽ അവർ പെറ്റുപെറുകയാണ്. ഫറവോനും കൂട്ടർക്കും ഭയമുണ്ടായി. അങ്ങനെ ആ സ്ത്രീകളോട് ആവശ്യപ്പെട്ടു, സൂതികർമ്മിണികൾ, മിഡ്വൈഫ്സ്, പ്രസവം എടുക്കുന്നവരോട് പറഞ്ഞു, എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയണം. രാജാവ് കൽപ്പന കൊടുത്തിരിക്കുക, ഫറവോൻ കൽപ്പന കൊടുത്തിരിക്കുക. സൂതികർമ്മികളോട് പറഞ്ഞു, എന്താണ്? ഈ എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളാണ്, അതിനെ ഞെക്കിക്കൊന്നേക്കണം. എന്നാൽ ഇവിടെ ഞാനൊരു വാക്യം വായിച്ചോട്ടെ. സൂതികർമ്മികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ച പോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ഈ സൂതികർമ്മിണികൾ, ഈ മിഡ്വൈഫുകൾ ഫറവോൻ രാജാവ് പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തെ അവർ ഭയപ്പെട്ടതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കൊല്ലാതെ വിട്ടു. താഴോട്ട് വായിക്കട്ടെ, 20-ാം വാക്യം. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. സൂതികർമ്മിണികൾ
ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. ദൈവം ഈ മിഡ്വൈഫ്സിനെ, നമ്മൾ ഓർക്കണം, അവർ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല, പക്ഷേ അവർ തൻ്റെ ജനം നശിക്കാതെ സൂക്ഷിച്ച ഈ മിഡ്വൈഫ്സ്, ഈ സൂതികർമ്മിണികളെ, ദൈവത്തെ അവർ ഭയപ്പെട്ടതുകൊണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാതിരുന്നത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്തിനാ അസൂയപ്പെടുന്നത്? എന്തിനാണ് അസൂയപ്പെടുന്നത്? അമേരിക്ക ദൈവം എന്തുകൊണ്ട് അനുഗ്രഹിച്ചു? ഞാൻ വിശ്വസിക്കുന്നു, ലോക സാമ്രാജ്യത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു? നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഇസ്രയേലിനെ സഹായിച്ച രാജ്യമാണ് അമേരിക്ക. ഈ സൂതികർമ്മികൾ ചെയ്ത പോലെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു രാജ്യമാണ്. ഇന്നും ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാർ അവിടെയുണ്ട്. ഇന്ത്യ, നമ്മൾ ഇന്റർനെറ്റിൽ കയറി നോക്കിയാൽ അറിയാം, അവരെ ഉപദ്രവിക്കാത്തൊരു രാജ്യം ഇന്ത്യയാണ്. കേരളത്തിൽ അവർക്ക് നിയമത്താൽ അവർക്ക് സുരക്ഷിതത്വം കൊടുത്തു. കേരളം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ത്യയും ഒരു വിധത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കുകളാണ്: നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. സൂതികർമ്മിണികളെ, യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കാത്ത പുറജാതികളായ ഈജിപ്ഷ്യൻസായ ഈ സൂതികർമ്മികളെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടു. തൻ്റെ ജനത്തിന് അവർ കരുണ കാണിച്ചപ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാതിരുന്നപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. അമേരിക്കയെ ദൈവം അനുഗ്രഹിച്ചു, സാമ്പത്തികമായി അനുഗ്രഹിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും അങ്ങോട്ട് കുടിയേറുവാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട ദൈവജനമുള്ളൊരു രാജ്യം അമേരിക്കയാണ്. ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ബോൺ അഗെയിൻ ബിലീവേഴ്സ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട. നമ്മൾ ഓർക്കണം, അബ്രഹാമും ദൈവവുമായിട്ടുള്ള സംഭാഷണം ഉൽപ്പത്തി പുസ്തകം 18 നമ്മൾ വായിക്കുന്നുണ്ട്. അമേരിക്ക, ബില്ലി ഗ്രഹാം പറഞ്ഞു, അമേരിക്കയോട് ദൈവം ന്യായവിധി നടത്തിയില്ലെങ്കിൽ സോദോം ഗൊമോറയോട് ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം മ്ലേച്ഛത അവിടെ വർദ്ധിച്ചു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഉൽപ്പത്തി 18 എടുക്കുമ്പോൾ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അത് നശിപ്പിക്കുമോ? ഇല്ല. 40 പേരുണ്ടെ നശിപ്പിക്കുമോ? ഇല്ല. 30 പേരുണ്ടെ നശിപ്പിക്കുമോ? ഇല്ല. 10 പേരുണ്ടെങ്കിൽ ആ 10 പേർ നിമിത്തം ഞാൻ ആ പട്ടണം നശിപ്പിക്കില്ല. ഇന്ന് ഞാൻ ഓർപ്പിച്ചോട്ടെ, ലോകത്തിലെ ഏറ്റവും അധികം ബോൺ അഗെയിൻ ബിലീവേഴ്സ് ഉള്ളവർ അമേരിക്കയാണ്. അമേരിക്ക അനുഗ്രഹിക്കപ്പെട്ടു. സൈനിക ശക്തിയിൽ ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമായി, സാമ്പത്തിക ശക്തിയിൽ അവർ ഒന്നാമത്തെ രാജ്യമായി. ഇസ്രയേൽ ലോകത്തിൽ നിലനിൽക്കുവാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ദൈവം ഉപയോഗിച്ചു. അമേരിക്ക അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തു. അവർക്കെതിരായി ഒരു പ്രബന്ധവും UN സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാക്കാൻ അവരനുവദിച്ചില്ല ഇസ്രയേലിനെതിരായി. ബാരക് ഒബാമ മാത്രമേ ഉള്ളൂ ഒരെണ്ണം പാസ്സാക്കിയിട്ടിരിക്കുന്നു. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഇന്ന് എൻ്റെ വിഷയം ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ പ്രവചനത്തിൽ ഇത്ര പ്രാധാന്യത കൊടുത്ത് ദൈവം പണിതെടുത്ത അമേരിക്ക, 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ആളുകൾ കയറി വന്ന അമേരിക്ക എന്തിനാണ് ലോകത്തിൽ മറ്റേത് രാജ്യത്തെക്കാട്ടിലും, ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ COVID-19 പടർന്നു പിടിച്ചു. അവിടെ ഏതാണ്ട് നിയന്ത്രണമായി. അവരുടെ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അവർ വീണ്ടും അവരുടെ ഫാക്ടറി പ്രൊഡക്ഷനായി. അവരുടെ ഫ്ലൈറ്റുകൾ പൊങ്ങാൻ തുടങ്ങി. അവരുടെ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ ഈ അമേരിക്കയെ സംഭവിക്കുന്നത്? ആർക്കും നിയന്ത്രിക്കാൻ വയ്യ. 50,000 ആളുകളോളം മരിച്ചു. ഓരോ ദിവസവും 3,000, 4,000 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. 1,00,000 ആളുകൾ കോവിഡ് രോഗികളായി മാറി. ആശുപത്രിയിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ആശുപത്രിയിൽ പോകാൻ കഴിയുന്നില്ല. എത്രയവിടെ മരിക്കും? ട്രംപ് പറഞ്ഞു 1-2 ലക്ഷം മരിക്കുമെന്നൊക്കെ പറഞ്ഞു. എത്ര പേര് മരിക്കുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, UN മുന്നറിയിപ്പ് മറക്കാതെ ഓർക്കണം. സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലാകമാനം ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. ഇതാണ് കോവിഡ് കഴിയുമ്പോൾ ലോകത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമെന്ന് ഞാൻ കരുതും. എനിക്കറിഞ്ഞുകൂടാ, ഒരു പക്ഷെങ്കിൽ അമേരിക്ക ഇതോടുകൂടെ സാമ്പത്തികമായി തകർന്നു പോകുവാൻ കഴിയും. ഞാൻ ഓർപ്പിച്ചു, അമേരിക്കയെ ബൈബിളിൽ
ബൈബിളിൽ അവരെക്കുറിച്ച് പ്രവചനമില്ല. അവരൊരു സാധാരണ രാജ്യമായി മാറും എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഓർക്കണം, ഇതോടനുബന്ധിച്ച് ഞാൻ വീണ്ടും 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാതിരുന്നാൽ ശരിയല്ല. ലോകത്തിലെ ഇത്ര വലിയ സമ്പന്ന രാജ്യം എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കടമുള്ള രാജ്യമായി? അമേരിക്കയുടെ കടം ഏതാണ്ട് 19 അതിലധികമോ ട്രില്യനായി കഴിഞ്ഞു. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 12 പൂജ്യം ഇടണം. ഒരു രാജ്യത്തിനും അത് വീട്ടാൻ നിവൃത്തിയില്ല. അമേരിക്കയ്ക്ക് വീട്ടാൻ നിവൃത്തിയില്ല. അവര് അതിൻ്റെ പലിശ കൊടുക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ കടം കൂടുകയാണ്. ഈ കടം ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അവർ കടമെടുത്ത് അവരുടെ രാജ്യത്തിൻ്റെ കടങ്ങൾ അവർ ക്രമീകരിക്കുകയാണ്. ഇതിന് മറ്റൊരു കാരണമുണ്ട്. ഏറിയ പങ്കെൻ്റെ കേൾവിക്കാരും അത് മനസ്സിലാക്കിയിട്ടില്ല. അമേരിക്ക ഇത്ര ശക്തിയായി നിന്നു. ആളുകൾക്കെല്ലാം ഡോളർ വേണമായിരുന്നു. ഏത് രാജ്യത്ത് യാത്ര ചെയ്താലും ഡോളർ കൊണ്ടാണ് യാത്ര. ഡോളറാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഡോളറാണ് മറ്റ് രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഡോളർ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ആ രാജ്യത്തെ പോലെ സാമ്പത്തിക ശക്തിയുള്ളൊരു രാജ്യം വേറെ ഇല്ലല്ലോ. പക്ഷേ മറ്റൊരു സംഭവം നടന്നത് പലരും മനസ്സിലാക്കിയിട്ടില്ല. 1971 ഒരു സംഭവം ഉണ്ടായി. നോക്കുക, ഈ പണം അടിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് ഡോളർ അടിക്കുന്നു. അമേരിക്ക ഡോളർ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായ സ്വർണം വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നത്, ഗോൾഡിനെതിരെ അടിച്ചുകൊണ്ടിരുന്നു. ആ കറൻസിയെ ബാക്ക് ചെയ്തത് ഗോൾഡാണ്. അതുകൊണ്ട് ആ കറൻസിക്ക് ഭയങ്കര വിലയായിരുന്നു. എന്ത് സംഭവിച്ചാലും അമേരിക്കൻ ഡോളറിന് അനക്കമില്ലാതിരുന്നതിൻ്റെ കാരണം കറൻസിക്ക് തത്തുല്യമായ സ്വർണങ്ങൾ വെച്ചാണ്. നമ്മൾ പടങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലും ഇൻ്റർനെറ്റിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, അവരുടെ ഗോൾഡ് സ്റ്റോക്ക്. എന്നാൽ 1971 നിക്സൺ ഗവൺമെൻറ് ഒരു പണി ചെയ്തു. എന്താ നിക്സൺ ഗവൺമെൻറ് ചെയ്തത്? സ്വർണത്തിന് പകരമായി ഈ ഡോളർ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിക്കുന്ന കറൻസിക്കൊരു പേരുണ്ട്. ആ കറൻസിയുടെ പേരാണ് ഫിയറ്റ് കറൻസി. ഫിയറ്റ് കറൻസി ഉണ്ട്, സൗണ്ട് മണി ഉണ്ട്. സൗണ്ട് മണി അതായത് സുരക്ഷിതമായ പണം, അതാണ് ഗോൾഡ് വെച്ചിട്ട് അടിക്കുന്നത്, അല്ലെങ്കിൽ തത്തുല്യമായ പണം വെച്ചിട്ട് അടിക്കുന്നത്. എന്നാൽ ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലുള്ള വിശ്വാസത്താൽ അടിക്കാൻ. അമേരിക്കയെ ലോകം വിശ്വസിച്ചുകൊണ്ടിരുന്നു. 71 സ്വർണം അങ്ങോട്ട് മാറ്റി, സ്വർണം അവർ വിറ്റു, സ്വർണങ്ങൾ വിൽക്കാൻ തുടങ്ങി. അവർ സ്വർണത്തിന് പകരം മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കയുള്ള വിശ്വാസത്താൽ അത് അടിക്കാൻ തുടങ്ങി. കറൻസി, ആ രാജ്യം അതിന് ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ ആ കറൻസിക്ക് പേപ്പറിൻ്റെ വിലയാകും, പേപ്പറിൻ്റെ വില. എന്നാൽ ഇവിടെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ലോക സാമ്പത്തിക മണ്ഡലം പരിശോധിക്കുമ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ചുരുക്കമായി ഞാൻ ഓർപ്പിക്കാം. കഴിഞ്ഞ 600 വർഷം നമ്മൾ ശ്രദ്ധിച്ചാൽ 6 വ്യത്യസ്ത കറൻസികൾ ലോകത്തിൽ വ്യാപാരത്തിന് വേണ്ടി മുൻപന്തിയിൽ വന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഗ്ലോബൽ റിസർവ് കറൻസി. ആഗോളമായി ഗ്ലോബൽ റിസർവ് കറൻസിയിൽ 600 വർഷത്തിനുള്ളിൽ 6 പ്രത്യേക കറൻസികൾ വന്നു. ആ കറൻസികൾ നമ്മൾ ഓർക്കണം, ലോക സമ്പൽ വ്യവസ്ഥയുടെയും റിസർവേഷൻ അത് മുന്നിൽ നിന്നു. ഡോളർ കഴിഞ്ഞ 80 വർഷമായി ലോകത്തിൻ്റെ ഡൊമിനൻ്റ് കറൻസി, റിസർവ് കറൻസി ആയിട്ട് നിൽക്കാൻ 80 വർഷമായി. എന്നാൽ ഒരു കാര്യം ഭയപ്പെടുത്താൻ പറയുന്നതല്ല, ഫാക്റ്റ് പറയുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾ വാട്സപ്പിലോ ഇൻ്റർനെറ്റിലോ കയറി പരിശോധിക്കുക. എന്താണെന്നറിയാമോ? ലോകത്തിൽ ഉണ്ടായിട്ടുള്ള 600 വർഷത്തിനുള്ളിൽ ഉണ്ടായ എല്ലാ കറൻസിയും, വേൾഡ് റിസർവ് കറൻസി 80-90 വർഷം കഴിയുമ്പോൾ അത് തകർന്നു പോയിട്ടുണ്ട്. വിതിൻ 80 to 90 years അവരെ ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് പോയിട്ടുണ്ട്. അമേരിക്കയുടെ ഡോളർ ഇന്ന് വേൾഡ് റിസർവ് കറൻസിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് 88 വർഷമായി. എന്ത് സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നിവൃത്തിയില്ല. മറ്റൊരു കാര്യം നമ്മൾ ഓർത്തതുപോലെ, അമേരിക്കയ്ക്ക് ഏതാണ്ട് 19 ട്രില്യൺ, എനിക്ക് അത് മലയാളത്തിൽ പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അപ്പോൾ
19 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 19 ഇട്ടിട്ട് 12 പൂജ്യം കിട്ടാൽ മതി. 19 ഇട്ടിട്ട് അത്രയും ഡോളർ കറൻസി അവർക്ക് കടമുണ്ട്. ആര് വീട്ടും? പിന്നെയും അവർ കടം കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അയൽവക്കത്ത് നിന്ന് ഞാൻ പണം കടം മേടിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് പല വർഷങ്ങളായി ഞാനിങ്ങനെ കടം മേടിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് കടം തരാതാകും, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. നിങ്ങൾ അമേരിക്കയുടെ പല പോളിസികൾ ശ്രദ്ധിച്ചോ? അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്താ പിന്മാറിയത്? താലിബാനോടുള്ള യുദ്ധത്തിൽ നിന്ന് എന്തിനാണ് അവർ പിന്മാറിയത്? ഇപ്പോൾ കുടിയേറ്റക്കാര് 2 മാസം എന്ന് പറയുന്നു. ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് കുടിയേറ്റക്കാർക്ക് ട്രംപ് അതിന് കയറുവാനുള്ളത് വിലക്ക് കൽപ്പിച്ചു. എന്താ കാരണം? 6 പേർ അമേരിക്കയിലെടുത്ത ഒരാൾക്ക് ജോലിയില്ല. 6 out of 1 they have lost their job. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 6 പേരിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 50,000 ആളുകൾ കോവിഡ് കൊണ്ട് അവിടെ മരിച്ചു. മരുന്നില്ല, ഇനി എത്ര മരിക്കുമെന്നറിയില്ല. അവരുടെ ഫാക്ടറി പ്രൊഡക്ഷൻസ് ഇല്ല. എല്ലാം കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ആളുകൾ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്നു. സർക്കാർ അവർക്ക് പണം കൊടുക്കേണ്ടി വരുന്നു. അവർക്ക് ഓൾറെഡി അവർക്ക് കടമാണ്. അവർക്ക് രാജ്യത്തെ ഉത്തേജന പാക്കേജുകൾ കൊടുക്കാൻ അവർക്ക് വേണ്ടവണ്ണം പണം അവരുടെ കയ്യിലില്ല. എന്ത് സംഭവിക്കും? സ്റ്റിമുലേഷൻ പാക്ക്. എന്നാൽ അമേരിക്കയെ നമ്മൾ സ്നേഹിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താ? ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നിങ്ങൾക്കറിയാം, ഡൊണാൾഡ് ട്രംപിന് തോന്നിവാസം ചെയ്യാൻ സാധിക്കുകയില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ നമുക്കറിയാം, ഇറാഖിൽ വെച്ച് ബോംബ് ചെയ്ത് അവർ കൊന്നുകഴിഞ്ഞു. വീണ്ടും അവർ ചിലരെ കൊന്നു. വീണ്ടും ട്രംപ് ബോംബിങ് തുടങ്ങിയപ്പോൾ അവരുടെ പാർലമെന്റ്, നമ്മൾ പറയും സെനറ്റ് എന്നാ പറയും, ആ സെനറ്റ് തീരുമാനിച്ചു ചെയ്യരുതെന്ന് പറഞ്ഞു. ട്രംപിന് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഒരു ഏകാധിപത്യ ഭരണമുള്ള സ്വച്ഛാധിപത്യമുള്ള രാജ്യമോ? അമേരിക്കയ്ക്ക് ഇത് സംഭവിക്കരുത്. കാരണം അമേരിക്ക ഉള്ളത് നമുക്കും നല്ലതാ, ലോക സുരക്ഷിതത്വത്തിന് നല്ലതാ. കാരണം അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തിലുള്ള ഏത് രാജ്യത്തെക്കാട്ടിലും ഉന്നതമായ നിലയിൽ അവർ കുടികൊള്ളുന്ന ഒരു രാജ്യമാണ്. ചൈനയിൽ അങ്ങനെയാണോ? അല്ല. ചൈനയിൽ കമ്മ്യൂണിസമാണെന്ന് പറയുന്നു. കമ്മ്യൂണിസം അല്ല. ചൈനയിൽ കമ്മ്യൂണിസം അല്ല, അവിടെ ഒരു ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. കോവിഡ് നടന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും ചിത്രത്തിൽ, വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതങ്ങ് വെൽഡ് ചെയ്ത് ഒരു മനുഷ്യന് പുറത്തോട്ട് പോകാൻ വയ്യ. കോവിഡ് ഉണ്ടോ? അവിടെ കിടന്നോ? നീ ചത്തോ? ഒരു കുഴപ്പവുമില്ല. ചിലരെ കൊന്നെന്ന് പറയുന്നു. നമുക്ക് വസ്തുതകൾ അറിയില്ല, ആർക്കും ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് അവർ അതങ്ങനെ നിയന്ത്രിച്ചത്? അവരുടെ ഏകാധിപത്യ ഭരണത്തിൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് അവർ ഭരണം നടത്തിയപ്പോൾ അത് സംഭവിച്ചു. എന്നാൽ ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയിൽ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ വയ്യാത്തത്? അതൊരു ജനാധിപത്യ രാജ്യമാണ്. അമേരിക്ക ലോകത്തിൽ ഉന്നമനത്തിൽ നിന്ന് താഴോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ പോയെങ്കിലേ കഴിയുള്ളൂ പ്രവചനങ്ങൾ നിവർത്തിക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് കയറി വരും? ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, അമേരിക്കയോട് കിടപിടിച്ച് നിൽക്കുന്നു മറ്റൊരു രാജ്യം. ഏത് രാജ്യമാണ്? ചൈന. വെറും കിരാതന്മാരെ പോലെ കറുപ്പടിച്ച് മടിയന്മാരായി യാതൊരു പുരോഗമനവും ഇല്ലാതെ കിടന്ന ചൈന 60-കൾക്ക് ശേഷം കുതിച്ചുയർന്ന് അമേരിക്കയുടെ സമ്പദ്ഘടനയോട് ഏതാണ്ട് പിടിച്ചു നിൽക്കുന്ന അത്ര ഉന്നമനമായി തീർന്നിരിക്കുന്നു ചൈന. കോവിഡ്-19 അമേരിക്കയുടെ സമ്പദ്ഘടനയെ തകർക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലോബൽ ഒരു കോവിഡ്-19 ഒരു മേജർ ഗ്ലോബൽ ഓർഡർ, ആഗോളമായ ഒരു ഓർഡർ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വ്യവസ്ഥിതിക്ക് വലിയൊരു മാറ്റം വരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. ആര് മുന്നോട്ട് വരും? ബൈബിൾ പ്രവചനങ്ങൾ ശ്രദ്ധിച്ചു. ചൈന മുന്നോട്ട് വരും.
ചൈന മുന്നോട്ട് വരാൻ കാര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. റഷ്യ മുന്നോട്ട് വരും. റഷ്യ വീണ്ടും ലോകത്തിൽ തകർന്നു പോയെന്ന് കരുതിയ റഷ്യ അവരുടെ ആധിപത്യം അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നിച്ച് അവരും മുന്നോട്ട് വരും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ COVID-19 വന്നപ്പോൾ ലോകത്തിൽ ഉയർന്ന ശബ്ദം എന്താണെന്നറിയാമോ? ഒരു ആഗോള ഗവൺമെൻറ് വേണം. ഈ ബൈബിൾ എത്ര സത്യമാണ്! ഈ ബൈബിൾ എത്ര സത്യമാണ്! പരമാധികാരമുള്ള രാഷ്ട്രങ്ങളായി നിലകൊള്ളുന്ന രാജ്യങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ആഗോളമായി പടർന്നു പിടിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ഒരാഗോള ഗവൺമെൻറ് തന്നെ വേണം. ഒരാഗോള ഗവൺമെൻറ് തന്നെ വേണം. വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ, ഞാനത് വിശദമായിട്ട് എടുക്കാനല്ല, അവിടെ വായിക്കുന്നു 7-ാം വാക്യത്തിൽ, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക്. ഒരു വ്യക്തി, ഒരു ഏകാധിപതിയായ മനുഷ്യൻ ആഗോളമായി ഭരണത്തിലേക്ക് കയറുമെന്നുള്ളത് 2000 വർഷം മുമ്പ് ബൈബിളിൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ, ഇന്ന് COVID-19 വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഏതാണ്ട് ലോക പോലീസ് അല്ലെങ്കിൽ ലോക നേതൃത്വത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുമോ എന്ന് സംശയിക്കുന്നു. ഇന്ന് അതൊരു ഫിയറ്റ് കറൻസി, നമ്മൾ ഓർത്തതുപോലെ അവരിലുള്ള വിശ്വാസം അർപ്പിച്ചിട്ട് ജനങ്ങൾ ആ കറൻസി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവര് ലോകത്തിൽ ഞങ്ങൾ ആരോ ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാക്റ്റുകളും വസ്തുതകളും ഒന്നും നമുക്ക് മൊത്തത്തിൽ അറിയാൻ നിവൃത്തിയില്ല. പലതും ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ലോകത്തിലെ ഗ്ലോബൽ മണി റൂൾ എന്ന് പറഞ്ഞാൽ ആഗോളമായ കറൻസിയെ നിയന്ത്രിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. യുഎൻ്റെ കീഴിലുള്ള ഒരു വലിയ സംഘടനയാണ്. ഈ രാജ്യം ഒരു രാഷ്ട്രത്തെ ബെയിലൗട്ട് ചെയ്യും. കടത്തിൽ ചെന്നാൽ ആ രാജ്യത്തെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പണം കൊടുക്കും, ബാങ്കുകളെ അവർ അസിസ്റ്റ് ചെയ്യും, രാഷ്ട്രങ്ങളെ അവർ പിടിച്ചു നിർത്തും. അത്ര സാമ്പത്തികമായി ഉന്നമനമായ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയാണ് IMF. ഒരു കാര്യം നടന്നത് നിങ്ങളിൽ ചിലർ മനസ്സിലായി കാണും. ചൈനയുടെ കറൻസിയുടെ പേരാണ് യുവാൻ. യുവാൻ എന്ന് പറയുന്ന ചൈനീസ് കറൻസിയെ അന്തർദേശീയ ഫോറിൻ എക്സ്ചേഞ്ച് ബാസ്ക്കറ്റ്, അന്തർദേശീയ കറൻസികളുടെ ബാസ്ക്കറ്റിനകത്ത് യുവാനെ ഏതാണ്ട് അംഗീകരിച്ചു. അതിനർത്ഥം എന്താ? അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് കറൻസിയെ റീപ്ലേസ് ചെയ്യാൻ വഴികൾ ഒരുക്കുകയാണ്. ചൈനീസ് കറൻസിയായ യുവാൻ ഈ ഡോളറിന് പകരം വന്നാൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് കാണുന്ന അമേരിക്കൻ ഡോളറിൻ്റെ വില നഷ്ടപ്പെട്ട് ചൈനീസ് കറൻസിയിൽ മനുഷ്യൻ വിശ്വാസം അർപ്പിച്ചാൽ അത് ഡോളറിന് പകരമുള്ള ഒരു കറൻസിയായി മാറാം. അതിൻ്റെ വഴി ഏതാണ്ട് ഒരുക്കി കഴിഞ്ഞു. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിക്കാൻ നോക്കിയപ്പോൾ ലോകത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, അടുത്ത 5-10 വർഷം ഭയങ്കരമായ സാമ്പത്തിക ഫൈനാൻഷ്യൽ ലാൻഡ്സ്കേപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഡോളറിന് പകരമായ ഒരു ഫൈനാൻഷ്യൽ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും സംഭവിക്കുന്നത് വിതിൻ 5 to 10 years. ലിയോങ് സിങ് ചിയോങ്, അസിസ്റ്റന്റ് മാനേജർ ഡയറക്ടർ ഓഫ് മേജർ സെൻട്രൽ ബാങ്ക്, അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്റ്റീവ് സിഗുററ്റ്, ഡോക്ടർ അദ്ദേഹം പറഞ്ഞു, എനിത്തിങ് ദറ്റ് കുഡ് മൂവ് സോ മച്ച് മണി സോ ക്വിക്ക്. ഈ പെട്ടെന്ന് ഈ ഡോളറിൽ നിന്ന് ഈ ലോക കറൻസി അങ്ങോട്ട് മാറാനുള്ള വഴികൾ ഒരുക്കി. അനേക കാർമേഘ പഠനങ്ങൾ അമേരിക്കയ്ക്ക് വിരുദ്ധമായി ഉയരുകയാണ്. ലോകത്തിലെ ഏറ്റവും കടം കൂടിയ രാഷ്ട്രമായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ചൈനയുടെ കറൻസി ലോകത്തിലെ അംഗീകരിക്കുവാൻ, അതായത് ഡോളറിന് പകരം വ്യാപാരം നടത്തുവാൻ ആഗോള കറൻസിയായി അംഗീകരിക്കുന്നതിന് വഴികൾ ഒരുക്കി കൊടുത്തു. അത് ഏതാണ്ട് പ്രാബല്യത്തിൽ വരുന്നു. അമേരിക്ക സൗണ്ട് മണി, പണം ഡോളർ വെച്ച് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന പണം, അത് ഫിയറ്റ് കറൻസിയായി മാറി. അമേരിക്ക ലോകത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറും ആയിരിക്കും. കാരണം ദൈവ രാഷ്ട്രത്തെ ഒരുക്കിയെടുത്തത് ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ, ഇസ്രയേലിനെ സൂക്ഷിക്കാൻ,
ദൈവ ഉദ്ദേശം. എന്നാൽ ദൈവത്തിൻ്റെ ആ പരിപാടി മാറി ഇസ്രയേലിനോട് ദൈവം ഇടപെടാൻ പോവുകയാണ്. അമേരിക്ക ഈ വിധത്തിൽ അവരോട് തുണ നിന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരോട് അവരുടെ സുരക്ഷിതത്വത്തിന് ഉടമ്പടി ഉണ്ടാക്കുന്നത്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. ഫോർ 1 week, 7 വർഷത്തേക്ക് ദാനിയേലിന്റെ പ്രവചനത്തിലും കർത്താവ് പറഞ്ഞ പ്രവചന വിഷയങ്ങളിലും അതുപോലെ തന്നെ പൗലോസ് പറഞ്ഞ ഭാഗങ്ങളിലും എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ പറയുന്നത്? അവസാന ഭരണകർത്താവായ പുരാതന റോമൻ സാമ്രാജ്യം സടകുടഞ്ഞ് എഴുന്നേൽക്കും. അതാണ് യൂറോപ്പിൽ നിന്നും മറ്റും. അതാണിതെന്ന് പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു മുന്നോടിയായിരിക്കാം. കാരണം പുരാതന റോമൻ സാമ്രാജ്യം നിലനിന്ന പ്രദേശമാണ് യൂറോപ്പിലെ പല സ്ഥലങ്ങളും, മെഡിറ്ററേനിയൻ കടലുള്ള സ്ഥലങ്ങൾ. ആ പ്രദേശം ചലനാത്മകമായി ഒരു രാജ്യങ്ങളുടെ സംഘടന രൂപീകരിച്ചു, യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. അതിൽ അവസാനം 10 രാജ്യങ്ങളായി തീരുമെന്നും ആ 10 രാജ്യങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു വ്യക്തി അന്തിക്രിസ്തു, ലോകഭരണകർത്താവ്, ഇസ്രയേലിന് സുരക്ഷിതത്വം കൊടുക്കുവാൻ അവരോട് ഒരു ഉടമ്പടി ഉണ്ടാക്കുമെന്നും വളരെ വ്യക്തമായി 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ 27-ാം അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് 7 വർഷത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഈ വരുന്ന വ്യക്തി പാശ്ചാത്യ യൂറോപ്പിൽ നിന്നും മെഡിറ്ററേനിയൻ തീരത്തുള്ള ചില രാജ്യങ്ങളും ചേർന്ന് 10 രാജ്യങ്ങളിൽ എഴുന്നേറ്റ് വരുന്ന വ്യക്തിയാണ്. ആ ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഇവരൊപ്പുവെക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അമേരിക്ക ഈ ഒപ്പുവെക്കുമ്പോൾ ലോകത്തിൽ പ്രാമുഖ്യമില്ലാത്തൊരു രാജ്യമായി മാറും. അല്ലെങ്കിൽ അമേരിക്കയോട് വേണമായിരുന്നു ഒപ്പുവെക്കാൻ. അമേരിക്ക അല്ല, അമേരിക്കയ്ക്ക് പകരം ഈ പുരാതന റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വരുന്ന രാജ്യത്തോടാണ് ഇസ്രയേൽ സമാധാനത്തിന് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി 7 വർഷം ഉടമ്പടി ചെയ്യുന്നത്. എന്താ അത് കാണിക്കുന്നത്? അമേരിക്കയുടെ സ്വാധീനത ലോക രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആ ഭാഗം വരുമ്പോൾ ആ കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ കാലത്തിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ഇനിയും ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു കൊള്ളട്ടെ. അതായത് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ വരുന്നു. എസെക്കിയേൽ പ്രവചനത്തിലൂടെ നമുക്ക് വിലയിരുത്തി നോക്കാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം. അവിടെ റഷ്യയോട് ചേർന്ന ഒരു കൂട്ടം രാജ്യങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അന്ന് അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം രാജ്യമുണ്ട്, അല്ലെ അതിനെതിരായി ശബ്ദം ഉയർത്തുന്ന ഒരു കൂട്ടം രാജ്യമുണ്ട്. ആ രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ ഞാൻ എടുത്തു കാണിക്കട്ടെ, അത് സഭ മാറ്റപ്പെട്ട ശേഷം നടക്കുന്ന ഒരു യുദ്ധമാണ്. അന്ന് എസെക്കിയേൽ 38-ന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. ശെബയും ദിദനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും അവനോട് നീ കൊള്ളയിടുവാനാണോ വന്നത്? ആ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹങ്ങളും. ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? ടിൻ മർച്ചൻസ്. ആരാണത്? ബ്രിട്ടാനിക്ക, ബാരിറ്റാനിയ, ടിൻ മർച്ചൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ടിന്ന് വ്യാപാരം ചെയ്ത, ഇരുമ്പും മറ്റും വ്യാപാരം ചെയ്ത ഒരു രാജ്യമുണ്ട്. കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ബ്രിട്ടനാണത്. ആ ബ്രിട്ടനാണ് തർശീശ് വർത്തകന്മാർ. അവരും അവരുടെ ബാലസിംഹങ്ങളും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയ രാജ്യങ്ങൾ ബ്രിട്ടന്റെ പുറകിൽ വന്നു. തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹങ്ങളും. അമേരിക്ക 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ആളുകൾ അവിടെ നിന്ന് കുടിയേറിയതാണ്. കാനഡ അവിടെ നിന്ന് കുടിയേറിയതാണ്. ഓസ്ട്രേലിയ അവിടെ നിന്ന് കുടിയേറിയതാണ്. ന്യൂസിലൻഡ് അവിടെ നിന്ന് കുടിയേറിയതാണ്. നോക്കുക, ഇവരാണ് ബാലസിംഹങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ അത് പറഞ്ഞത്? ബ്രിട്ടന്റെ പുറകിലേ അവർ വരികയുള്ളൂ. എന്താ കാരണം? ലോക രാജ്യത്തിൽ അമേരിക്ക ഒരു സാധാരണ രാജ്യമായി ലോക പോലീസിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുമെന്ന് ബൈബിൾ പ്രവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. COVID-19 ഒരുപക്ഷെ അമേരിക്ക ഇതിലേക്ക് നയിക്കുമോ അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടുമോ എന്ന് വളരെ ശക്തമായി ഞാൻ സംശയിക്കുന്നു.
ഞാനൊരു പ്രവാചകനല്ല. ബൈബിളിൻ്റെ പ്രവചനങ്ങളെ അപഗ്രഥിച്ച് കാര്യങ്ങളെ വിലയിരുത്തുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വാട്ട് ഈസ് നെക്സ്റ്റ്? ഗ്ലോബൽ ഓർഡറിൻ്റെ ഒരു പുതിയ ഓർഡർ ഉണ്ടാകും. അമേരിക്ക അവിടെ നിന്ന് മാറിയാൽ ചൈന ലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരും, റഷ്യ വരും, പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ വരും. ഇന്ന് എൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഈ 3 ഭാഗവും ബൈബിൾ പ്രവചനത്തിൽ അന്ത്യകാലത്തിൽ പ്രസക്തമായി പറഞ്ഞിരിക്കും. ആ 3 ഭാഗങ്ങൾ പ്രസക്തമായി തീരണമെങ്കിൽ ഞാൻ ഓർപ്പിച്ച പോലെ അമേരിക്ക ലോക നേതൃത്വത്തിൽ നിന്ന് പുറകോട്ട് പോകണം. COVID-19 അതിന് വഴി തുറക്കുമോ എന്ന് സംശയിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയ കേൾവിക്കാരെ, വളരെ തങ്ങളെ തന്നെ ശ്രദ്ധിച്ചും ഭയപ്പെട്ടും ഈ നാളുകളിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്തു. ഈറ്റുനോവാണ്, ഇതൊക്കെ ഈറ്റുനോവാണ്. ആ പ്രസവം അങ്ങോട്ട് അടുക്കുമ്പോൾ ഈറ്റുനോവങ്ങ് അത് കലശലായിത്തീരുന്ന പോലെ ഇന്നാഗോളമായി ഈ പാൻഡമിക്, ഈ COVID-19 പാൻഡമിക്, ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ച് പ്രശ്നമുഖരിതമായി തീരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ പോലെ ക്ഷാമം UN പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരുന്നു. ഭൂകമ്പങ്ങൾ അവിടെ സംഭവിക്കുന്നു. വീണ്ടും നമ്മൾ ഓർത്തതുപോലെ ഈ പകർച്ചവ്യാധികൾ ലോകത്തിലാഗോളം സംഭവിക്കുന്നു. യേശുക്രിസ്തു എപ്പോൾ വേണേലും വരാം. ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അവനോട് കൂടുതൽ അടുത്ത് നിൽക്കുക. ഞാൻ കഴിഞ്ഞ നാളുകളെക്കാട്ടിൽ അവനോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അത് കള്ളനെ പോലെ സംഭവിക്കാതെ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉണർന്നു പ്രാർത്ഥിക്കുക, വിശുദ്ധിയെ തേക്കുക. പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെ വേദനപ്പെടുത്തുന്ന അനേക പ്രശ്നങ്ങൾ സാമൂഹികമായും സഭയിലും ഒക്കെ നമ്മൾ അഭിഹരിക്കും. അതവിടെ ഇടുക. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തത് നിത്യം. നമ്മൾ നിത്യമായ ഒന്നിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ, നിങ്ങളുടെ നിത്യത എവിടെയെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാതിരിക്കുന്നെങ്കിൽ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇതിനൊരു അവസാനമുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ മടങ്ങിവരവിൽ അവൻ വരാൻ താമസം ഇനി അധികമില്ല. നമ്മൾ ഓർത്തുപോലെ ലോകസംഭവങ്ങൾ, ആ ഈറ്റുനോവ് ശക്തമായി കലശലായി നടക്കുന്നു. ആ കുഞ്ഞ് പിറക്കാൻ സമയമായി. മറ്റു ഇതിൽ പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവ് വേഗം വരുമെന്നുള്ളത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ വ്യക്തമായി ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ വന്നതാണ്. ആ സ്നേഹത്തിൻ്റെ വലുപ്പം എത്ര വലുതാണ്! മനസ്സിലാക്കാൻ കഴിയുന്നതിലുപരി, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുപരിയാണ് എന്നെയും നിങ്ങളെ അവൻ സ്നേഹിക്കുന്നത്. ആ സ്നേഹം എത്രയോ കഷ്ടം അവൻ അനുഭവിച്ചു. എനിക്ക് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. ആ സ്നേഹത്തിന് മുന്നിൽ കണ്ണുനീരൊഴുക്കുകയല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. അനേക വാക്യങ്ങളിലൂടെ അവൻ അനുഭവിച്ച വ്യഥകളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അവൻ മനഃപൂർവ്വം, അവൻ അറിഞ്ഞുകൊണ്ട് ആ വേദന അവൻ അനുഭവിക്കുകയായിരുന്നു. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൻ്റെ വേദന അവൻ അനുഭവിക്കാൻ അവൻ തന്നെത്താൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നമ്മൾ 102 സങ്കീർത്തനത്തിൽ വരുമ്പോൾ, യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസനയിൽ വരുമാറാകട്ടെ, കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ, നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ, ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അറിയണമേ. ആ സങ്കീർത്തന തലക്കെട്ടിൽ അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണ്. അവൻ ക്ഷീണിച്ച് എവിടെ മുമ്പാകെ തൻ്റെ സങ്കടം പകരുകയാണ്. അരിഷ്ടൻ്റെ പ്രാർത്ഥന, അഫ്ലിക്റ്റഡ് എന്ന് പറഞ്ഞാൽ വേദനപ്പെട്ട, മറ്റുള്ളവർ ഉപദ്രവിച്ച് സഹിപ്പാൻ കഴിയാത്ത വേദനയിൽ പിടയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, എന്നെ തള്ളിക്കളയരുതേ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അവൻ പറഞ്ഞു, നിന്റെ ചെവി എനിക്ക് ചായ്ക്കണം. എന്തിനാ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ തിരുമുഖം എനിക്ക് മറക്കരുത് എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും വിവാഹ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അവസാനമായി ഞാൻ ഒരു ആശീർവാദം പറയാറുണ്ട്. ആശീർവാദം ഞാൻ എടുക്കുന്നത് ദൈവം ഇസ്രായേലിനെ ആശീർവദിക്കാൻ പറഞ്ഞ ഭാഗത്തുനിന്ന്. അതായത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ യഹോവ പറഞ്ഞു ഇസ്രായേലിനെ എങ്ങനെ നിങ്ങൾ ആശീർവദിക്കണം അല്ലെങ്കിൽ അനുഗ്രഹിക്കണം. അവിടെ ആ ഭാഗം ഞാനൊന്ന് കാണിച്ചോട്ടെ, വായിച്ചോട്ടെ.
സംഖ്യാപുസ്തകം 6:24 തൊട്ട് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആ വാക്യം ശ്രദ്ധിച്ച്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച്. ദൈവത്തിൻ്റെ മുഖം ഒരാളുടെ മുന്നിൽ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് പ്രീതിയുള്ളവനായി അവനോട് കൂട്ടായ്മ അനുഭവിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ 22-ന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും. They shall see his face. Unclouded fellowship, മറനീക്കിയുള്ള ഒരു 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 സംസർഗം ഇവിടെ നമ്മൾ വായിക്കുന്നു. ആ ഇസ്രയേലിനെ അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുഖം നിന്റെ മേൽ ഉയർത്തുക, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിന്നോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. സങ്കീർത്തനം 22 സുവിശേഷങ്ങളിൽ എന്താ വായിക്കുന്നേ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, നീ എന്നെ കൈവിട്ടതെന്ത്? ആ മുഖം അവന് മറച്ചു. എന്തുകൊണ്ട്? അവനെ പാപമാക്കി. നാം കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു, പാപികളായിരുന്ന നമ്മളെ നീതിമാന്മാരാക്കുവാൻ പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. ലോകത്തിൻ്റെ പാപമാക്കി അവനെ തീർത്തപ്പോൾ, സകല പാപവൻ്റെ മേൽ ചുമത്തിയപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് അവനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുഖം മറച്ചു. ഞങ്ങൾ ഒരു കാര്യം ഓർത്തോ പറഞ്ഞോട്ടെ, നിങ്ങളെ രക്ഷിപ്പാനാണ് ക്രൂശിൽ അവൻ ഈ വിധത്തിൽ കഷ്ടമനുഭവിച്ചത്. ഏകനായി കഷ്ടമനുഭവിച്ചു, ആരുമില്ലാത്തവനായി കഷ്ടമനുഭവിച്ചു. എന്നാൽ ഇന്ന് അത് മനസ്സിലാക്കി വിശ്വസിച്ച്, കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ വരണം, എന്നെ രക്ഷിക്കണം, നീ എൻ്റെ പാപത്തിന് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് ഏറ്റുപറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ കർത്താവ് കൈക്കൊണ്ടു. അവൻ്റെ ക്രൂശ് മരണത്തിൻ്റെ രക്ഷ അവർക്ക് നൽകി. അത് കരസ്ഥമാക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കാരണം അവൻ വേഗം വരികയാണ്. നിങ്ങൾ ഇന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഈ കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കർത്താവിനോട് പറയുക, ഞാനൊരു പാപിയാണ്, നീ എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, നീ എനിക്ക് വേണ്ടിയാണ് ഈ വേദന അനുഭവിച്ചത്. ഞാൻ ഇന്ന് അത് വിശ്വസിച്ച് അംഗീകരിച്ച് എൻ്റെ രക്ഷകനും കർത്താവുമായി നിന്നെ സ്വീകരിക്കുന്നു. അവിടത്തേക്ക് മഹത്വം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് മഹത്വം. അങ്ങയുടെ പുത്രൻ്റെ സ്നേഹം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യമുള്ള ഒരു വഴിപാട് യാഗമായി അർപ്പിച്ചു. ഞങ്ങളുടെ കർത്താവ് ക്രൂശിൽ ആ വിധത്തിൽ ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചുകൊണ്ട് ഞങ്ങൾക്കിന്ന് ശിക്ഷയില്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ കർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തോട് അവിടുന്ന് ഇടപെടണം. അവർ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് അവനെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ച് നിൻ്റെ മക്കളായി മാറുവാൻ അവരെ ഇടയാക്കണം. രക്ഷിക്കപ്പെട്ട ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യം COVID-19 കർത്താവേ, കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല, ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല കർത്താവേ. ഞങ്ങൾ മരിച്ചേക്കാം, ഞങ്ങൾക്കറിയില്ല. എന്നാൽ വിട്ടുപിരിഞ്ഞാൽ ഞങ്ങൾ കർത്താവിനോട് കൂടിയാണ്. ഞങ്ങൾ ഉത്തമമായ ഒരു സ്ഥലത്തിലാണ് കർത്താവേ. മാത്രമല്ല, ഈ ലോകത്ത് ഞങ്ങളെ പുലർത്തുവാൻ നീ മതി കർത്താവേ. ലോകത്തിൻ്റെ സംഭവങ്ങൾ നിൻ്റെ ജനമെന്ന നിലയിൽ നിൻ്റെ പ്രവചന വിഷയങ്ങൾ നീ ഞങ്ങൾക്ക് തന്ന വാക്കുകൾ അനുസരിച്ച് ഞങ്ങൾ അപഗ്രഥിക്കുമ്പോൾ ഒരാഗോള ഒരു വലിയ മാറ്റം ഞങ്ങൾ കാണുന്നു. ഈ മാറ്റം പ്രവചനത്തിൻ്റെ അവസാനത്തെ കാര്യങ്ങൾ ക്രമീകരിപ്പാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുമ്പോൾ ഞങ്ങളെ തന്നെ ഒരുങ്ങി വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇടയാക്കണം. അങ്ങേക്ക് മഹത്വം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.